Bye.
തുടർന്ന് നമ്മൾ വചന ശുശ്രൂഷയ്ക്കായ സമയങ്ങൾ വേർതിരിക്കുകയാണ്. വചന ശുശ്രൂഷ അനുഗ്രഹത്തിനായി ഇപ്പോൾ ചുരുക്കം വാചകങ്ങൾ ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, നല്ല സന്ധ്യായാമത്തിനായി നന്ദിയോട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതായിരുന്നു. കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ കടന്നു വന്ന സമയം മുതൽ ഇതുവരെയും കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ. കർത്താവെ, പാടുവാൻ കർത്താവെ, കുടുംബങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത പ്രാർത്ഥിപ്പാനൊക്കെ കർത്താവ് ഞങ്ങളെ അവിടുന്ന് സഹായിച്ച വലിയ കൃപകൾക്കായി നന്ദി പറയുന്നു. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. പ്രതികളെ ദേശത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദേശത്തിന് മേലങ്ങടെ ഹാലിലെ സാന്നിധ്യോട് വെളിപ്പെടുമാറാകണമെന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ചുറ്റുപാടുകളോട് കർത്താവെ, ദേശത്തോട് കർത്താവോട് ഇടപെടുമാറാകണമെന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമെന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രതികൾ കർത്താവെ, ഹാലിലെ വചന ശുശ്രൂഷയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇടദാസന്മാരെ കർത്താവിടുന്ന കരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കുമാറാകണം. കർത്താവെ, രാത്രി കർത്താവെ, ഞങ്ങൾക്ക് ആവശ്യമായ ദൈവിക ആലോചനകളെ കർത്താവെ അങ്ങ് കേൾപ്പിക്കുമാറാകണമെന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളെ ഞങ്ങളെ കേൾപ്പിക്കണമെന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുമാറാകണമെന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം ഏറ്റെടുപ്പാൻ കർത്താവ് വചനപ്രകാരം ജീവിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹാലേലുയ, ഹാലേലുയ. കർത്താവ് വചനം ഗ്രഹിക്കേണ്ടതിന് കർത്താവ് ശിഷ്യന്മാരുടെ ഹാലേലു കർത്താവ് ബുദ്ധിയെ തുറന്നതുപോലെ കർത്താവെ അടിയങ്ങളെ കർത്താവെ ഹാലേലു അങ്ങ് അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ. ഞങ്ങളുടെ ബുദ്ധിയെ കർത്താവ് തുറക്കുമാറാകണമേ. വചനം ഗ്രഹിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. അവസര കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ കരങ്ങളും ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാണ്. മഹത്വം കൊടുക്കാനാണ് വന്നത്, കർത്താവിനെ സ്തുതിക്കാനാണ് വന്നത്. ഹല്ലേലൂയ. പഴയ നിയമ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ആമീൻ രണ്ട് സഹോദരങ്ങളിൽ ആമീൻ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ പ്രസാദിക്കുവാനായി കടന്നുപോയതായി നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഒരുവൻ ഹല്ലേലൂയ തന്റെ കൃഷി സാധനങ്ങളുമായി ദൈവത്തെ ആമീൻ പ്രസാദിപ്പിക്കുവാനായി പോയി. ഹല്ലേലൂയ. ഒരുവൻ ആമീൻ ജീവനുള്ള ഒരു ആട്ടിൻ കുഞ്ഞിനെ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പോയി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആമീൻ പ്രസാദം വെളിപ്പെട്ടത് ആമീൻ ഹല്ലേലൂയ കുഞ്ഞാടുമായി കടന്നുപോയവന്റെ ജീവിതത്തിലാണ്. കുഞ്ഞാടുമായി കടന്നുപോയവന്റെ ജീവിതം, ജീവനുള്ളതുമായി കടന്നുപോയവന്റെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കുവാൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. മരിച്ചവരും മൗനത്തിലായിരിക്കുന്നവരും യഹോവയെ ആമീൻ മഹത്വപ്പെടുത്താതിരിക്കുമ്പോൾ ആമീൻ അകത്തളങ്ങളിൽ ജീവനുള്ളവർ. ഹല്ലേലൂയ. ആരാണ് ഈ അകത്തളങ്ങളിൽ ജീവനുള്ളവർ? പറയാനുള്ള കാരണം മരിച്ചവരും മൗനത്തിലായിരിക്കുന്നവരും യഹോവയെ മഹത്വപ്പെടുത്താതിരിക്കുമ്പോൾ അകത്തളങ്ങളിൽ ജീവനുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് അവയെ ഹല്ലേലൂയ വചനം നമ്മളെ അവർ അങ്ങനെ ഉത്ബോധിപ്പിക്കുന്നത് എന്താണ് കാരണം? ജീവനുള്ളെന്ന് പറഞ്ഞാൽ എന്താണ്? അകത്തളങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുള്ളവരെ സാന്നിധ്യമുള്ളവരെ കുറിച്ചാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്. മരിച്ചവരും മൗനേതരായിരിക്കുന്നവരും ആമേൻ കർത്താവിനെ മഹത്വപ്പെടുത്താതിരിക്കുമ്പോൾ നമ്മുടെ അകത്തളങ്ങളിൽ ഉണ്ട് എന്തുണ്ട്? ജീവനുണ്ട്, ജീവനുണ്ട്, ജീവനുണ്ട്. അവൻ ജീവനുള്ളവർ എന്ത് ചെയ്തില്ല? അടങ്ങിയിരിക്കത്തിൽ അത് ചലിച്ചുകൊണ്ടിരിക്കും. ഹാവേല് കൊണ്ടുപോയ യാഗം എന്ത് ചെയ്തു? അത് ചലിച്ചു. അത് ചലിച്ചു. അത് ചലിച്ചപ്പോൾ ദൈവത്തിന് എന്ത് ചെയ്തു? പ്രസാദമുണ്ടായി. ഇന്ന് പാലിന് രാത്രികാലം ആമീൻ നമ്മൾ വന്നിരിക്കുന്ന ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് ചിന്തയില്ല. അടുത്തിരിക്കുന്നവരെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ദേശം ആമീൻ എന്ത് പറയും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ആമീൻ നമുക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവനെ പ്രസാദിപ്പിക്കും. എന്തെങ്കിലും നമുക്ക് പ്രാപിച്ചെടുക്കണമെങ്കിൽ ആമീൻ സ്വർഗത്തെ പ്രസാദിപ്പിക്കാതെ ഒന്നും നമ്മൾ ചുമ്മാതെ വന്നിരുന്ന് ചുമ്മാതെ പോകാതെ ഉള്ളൂ. ആമീൻ നമുക്ക് എന്തെങ്കിലും ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കണമെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ മാത്രമേ. നമ്മൾ കുറച്ച് ചുമ്മാതെ കൈയടിച്ച് ആമീൻ ഹല്ലേലൂയ കുറച്ച് ആമീൻ തൊണ്ടയടച്ച് ആമീൻ നമ്മൾ പറയും ആമീൻ ഇന്നത്തെ ആരാധന അല്ലെങ്കിൽ ഇന്നത്തെ ആമീൻ ഹല്ലേലൂയ കർത്താവിനെ ശുശ്രൂഷിച്ചത് എനിക്ക് ഭയങ്കര അനുഗ്രഹമായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. ആമീൻ അന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആമീൻ ഹല്ലേലൂയ പൊരുള് അവൻ എന്ത് തോന്നി? അവൻ പ്രസാദിച്ചോ? അവൻ പ്രസാദിച്ചെങ്കിൽ നിന്റെ ആരാധനയിൽ നിനക്ക് ചില ഗിഫ്റ്റുകൾ കിട്ടും.
മനസ്സിലായി. ഹല്ലേലൂയ. അവൻ ദൈവത്തിന് കൊടുക്കുന്ന ആരാധന കൊടുക്കുമ്പോൾ അവന് പ്രസാദം തോന്നിയാൽ ചില ഗിഫ്റ്റുകൾ അവനെന്ത് ചെയ്യും? തിരികെ തരും. ആ ഗിഫ്റ്റുകളാണ് വെളിപ്പാടുകൾ, ആ ഗിഫ്റ്റുകളാണ് പ്രവചനം, ആ ഗിഫ്റ്റുകളാണ് ദൂതുകൾ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അത് ഇവിടെ നിൽക്കുന്ന മുൻപറ്റി നിൽക്കുന്ന ഹല്ലേലൂയ ലീഡ് ചെയ്യുന്നവർക്കല്ല മാത്രമല്ല, ദൈവത്തെ പ്രസാദിക്കുന്ന എല്ലാവരുടെ ജീവിതത്തിൽ സ്വർഗം കൊടുക്കുന്ന ഗിഫ്റ്റുകളാണ്. രാത്രികാലം ആ ഒരു സാന്നിധ്യത്തിലേക്ക്, ആ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ കയറി വരണം. ആമീൻ. അതാണ് കർത്താവിനെ കൊടുക്കേണ്ട ആരാധന. ആ ആരാധന കൊടുത്തപ്പോഴാണ് മാളിക മുറിയിൽ ദൈവത്തിന്റെ അസാധാരണമായ സാന്നിധ്യം ഇറങ്ങുന്നത്. ഒരു 120 പേരെ ഒരുമിച്ച് ദൈവത്തിന് ആമേൻ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ അവന് പ്രസാദം തോന്നിയപ്പോഴാണ് ആമേൻ ഹല്ലേലൂയ അമ്മേ എന്തോ കിട്ടിയത്? മാളിക മുറിയിൽ 120 പേര് ആമേൻ ദൈവത്തെ പ്രസാദിപ്പിച്ചപ്പോൾ അവർക്ക് എന്ത് കിട്ടി? ഇന്ന് വരെ അവരെ അനുഭവിച്ചിട്ടില്ലാത്ത, ഇന്ന് വരെ പ്രാപിച്ചിട്ടില്ലാത്ത ഒരു അത്യന്ത ശക്തി ദൈവത്തിന് നമ്മളെ ദൈവത്തിനെ പ്രസാദിപ്പിക്കുമ്പോൾ അവൻ നമുക്ക് തരുന്ന കിട്ടും. ഇന്ന് രാത്രികാലം ആമേൻ സ്വർഗ്ഗം നമ്മളെ അതിനായി സഹായിക്കട്ടെ. ഹല്ലേലൂയ. തുടർന്ന് ആമേൻ ഏകദേശം ആമേൻ ഹല്ലേലൂയ ഒരു 20 മിനിറ്റോളം ആമേൻ നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന ദൈവദാസൻ ആമേൻ തനിക്ക് കൊടുത്ത ആമേൻ ആലോചനകൾ, തനിക്ക് കൊടുത്ത ദൈവിക നിയോഗങ്ങൾ ഇന്ന് രാത്രികാലം നമുക്ക് ആമേൻ നമ്മുടെ ഇടയിൽ ആമേൻ ഹല്ലേലൂയ കൈമാറും. അതിനുശേഷം ആമേൻ ഹല്ലേലൂയ പിന്നെയും ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ നിയോഗം എങ്ങനെയെന്ന് അറിയത്തിൽ അതനുസരിച്ച് ഞാൻ സംസാരിക്കുവാൻ അമ്മേക്കാലിയ സ്തോത്രം ആഗ്രഹിച്ച് ഒന്നതല്ല. അമ്മേക്കാലിയ സ്തോത്രം സമയം താഴാക്കുന്നില്ല, കേൾക്കാമെന്ന് വിചാരിച്ച് എന്നെ സംസാരിക്കുന്ന പോലെ വലിയ പ്രയാസം. അതുപോലെയില്ല, മറ്റൊന്നുമില്ല. അമ്മേക്കാലിയ സ്തോത്രത്തിൽ വല്ലാത്തൊരു ഭാരം പോലെ. അല്ലെങ്കിലും ഞാൻ കഴിഞ്ഞ നാളുകളിൽ വിചാരിച്ചിരിക്കുകയാണ്, കിട്ടുന്ന സമയങ്ങളിലെല്ലാം അമ്മേക്കാലിയ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകും. ഈ ദിവസങ്ങളെല്ലാം അവിടെ ഇവിടെയൊക്കെയായിട്ട് കടന്നു പോകുന്നുണ്ട്. കാലിക സ്തോത്രം കാര്യം പറഞ്ഞാൽ നിൽക്കുന്നില്ല. നമ്മളിവിടെ കാണാൻ കഴിഞ്ഞല്ലോ, കേൾക്കുവാനിടയെ തീർത്തല്ലോ. കാലിക സ്തോത്രം 10 പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൻ്റെതായി നിൽക്കുന്ന കാലിക സ്തോത്രം 1-ാം വാക്യം മുതലാണല്ലോ കർത്താവിന്റെ ദാസൻ മുഖ്യമന്ത്രിയായി പറയുന്ന കാര്യത്തിൽ 7-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത് നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. പാപം നിന്റെ വാദത്തിൽ നിൽക്കുന്നു. ആമേക്കാല് അതിന് നിന്നോടാണ് നോക്കാം, നീ അതിനെ ജയിക്കണം. ആമേക്കാലിക സ്തോത്രം അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കയ്യിലും 2 പേര് ചേർത്ത് അധികം വഴിപാട് കൊണ്ടാണ്. ചിലവരൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ഞാനും ആദ്യമായിട്ട് വിചാരിച്ച് ആമേക്കാലിൽ ഈ വഴിപാട് ആട്ടിൻകുട്ടി ആമേക്കാൽ തുള്ളിച്ചാടുന്നതായതുകൊണ്ട് ആമേക്കാൽ അത് നല്ലതും കൃഷി ആമേക്കാലിലെ സമ്പത്ത് അത് മോശമാണെന്നാണ് ഞാനും ആദ്യമൊക്കെ കരുതിയത്. പിന്നെ വചന പണ്ഡിതന്മാരും വചനത്തിൻ്റെതായിട്ടുള്ള അറ്റാഗ്രഹം വ്യക്തമായി കാലിക സ്തോത്രകാലം എഴുതുക, കൂടുതൽ വചനം അമേക്കാലിൽ കേൾക്കുവാനും അത് മനസ്സിലാക്കാനും ഇത്രപോലും മനസ്സിലായി. അത് മോശമല്ലായിരുന്നു, കൃഷി സമ്പത്ത് മോശമല്ലായിരുന്നു, കാലിൽ 2 നല്ലതല്ലായിരുന്നു എന്നാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. യേശുവിന്റെ മാധ്യമത്തെ കാലിക നമ്മളിവിടെ വന്നിരിക്കുന്ന എല്ലാവരും കാലിക സ്തോത്രകാലിൽ ദൈവസ്ഥലിൽ വന്നിരിക്കുന്ന അനുഗ്രഹം പ്രാപിക്കാൻ തന്നെ കടന്നു വന്നിരിക്കുന്നത്. കാലിക നമ്മൾ ചിന്തിച്ചു നോക്കുന്നത് ആവശ്യമായിരിക്കുന്ന ഒരു ആലയത്തിൽ കടന്നു വീഴുന്ന പല വ്യക്തികളും കാലിക സ്തോത്രം ചിലവർ അനുഗ്രഹിക്കപ്പെടുന്നു, ചിലർ ശപിക്കപ്പെടുന്നു. കാലിക സ്തോത്രകാലിക നമ്മുടെ ജീവിതത്തിൽ ഈ ദേശത്ത് നടക്കുന്ന പ്രാർത്ഥന ഒരിക്കലും ശാപമായി തീരുവാനിടയാകരുത്, അനുഗ്രഹമായി തീരുവാനിടയാകരുത്. യേശുവിന്റെ നമ്മുടെ വലിയ കാലം വേണ്ട. അതുകൊണ്ട് കാലിക സ്തോത്രം എല്ലാവരും പ്രാർത്ഥനയായിരിക്കട്ടെ. കാലിക സ്തോത്രം ദൈവവചനം വായിച്ച് കാലിക സ്തോത്രം കഴിഞ്ഞ ആഴ്ചകളിൽ വായിച്ച വചനം തന്നെയാണ് വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വേറെ വചനം ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല, വെളിപ്പാട് പുസ്തകത്തിൽ തന്നെയാണ് വായിക്കുവാൻ ഇടയായിത്തീർന്നത്. ഈ കാലഘട്ടങ്ങളിൽ എനിക്ക് എത്ര പുസ്തകത്തിൽ സമയം തന്നാലും ഈ ഒരു വാക്യം തന്നെ വായിക്കുവാൻ നിങ്ങൾ കരുതല്ല. വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് കർത്താവിന്റെ വരവിനെ കുറിച്ച് മാത്രമേ ഞാൻ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നുള്ളൂ. ദൈവം വന്ന കൃപയ്ക്കനുസരിച്ച് അതിനെ ഞാൻ കാലിക മുഴുവൻ കൊല്ലും. എന്നാൽ കാലിക സ്തോത്രം ദേവീയ നിയോഗം അങ്ങനെ എനിക്ക് തന്നതുകൊണ്ട് ഞാൻ അത് ആഗ്രഹിക്കുകയാണ്. കാലിക സ്തോത്രം നാം എല്ലാം പ്രാർത്ഥനയോടെ ആയിരിക്കട്ടെ. കാലിക സ്തോത്രം കാലിക കഴിഞ്ഞ ആഴ്ച ഇതിൻ്റെതാക്കുന്ന പത്രങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചത് കാലിക സ്തോത്രം ഒന്നും ഞാൻ വായിക്കുവാൻ ഇടയായിട്ടില്ല. മുഖവരി പറഞ്ഞു തന്നെ സമയം കാലിക സ്തോത്രം കളഞ്ഞതല്ല, മുന്നോട്ട് പോകാൻ ഇടയായിത്തീർന്ന് ഈ നാളുകളിലുള്ള കാലയളവ് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. യേശുവിന്റെ മാധ്യമത്തെ തമ്പുരാന്റെ വലിയ കരം കേട്ടെ. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 20-ാം വാക്യം തന്നെ വായിച്ചാട്ടെ.
10:22 വാക്യത്തിൽ കാലവേദിയുടെ പൊരുളുകളെ വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട് കേട്ടോ. കാലിക സ്തോത്രം എല്ലാം ഒന്നും എനിക്ക് ഇതിനോട് മുമ്പിൽ വായിക്കുവാനോ പറയുവാനുള്ള സമയമില്ല. സമയം കുറഞ്ഞു പോയെന്നല്ല ഞാൻ പറഞ്ഞു വരുത്തിയ ഉദ്ദേശം. കാലിക സ്തോത്രം ദൈവമായിരിക്കാൻ കർത്താവ് നേരിട്ട് എന്നോട് സംസാരിച്ചതായതുകൊണ്ട് കാലിക സ്തോത്ര കാലിക എനിക്ക് കിട്ടുന്ന സമയങ്ങളെല്ലാം കർത്താവിന്റെ വരവിനെ കുറിച്ച് മാത്രം എനിക്ക് തന്നെ കൃപയ്ക്ക് സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ വെള്ളം ചേർക്കുവാനോ കാലിക സ്തോത്രം അതിനകത്ത് നമ്മോട് കൂടെ പോകുന്നത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 19-20 വായിച്ചാട്ടെ. മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ചു മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്നു. അവരുടെ മാംസം തിന്നു സകല പക്ഷികൾക്കും. ദൈവമക്കൾ വളരെ ചിന്തിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു ഈ കാലയളവിൽ. കാലേലിയ സ്തോത്ര കാലേലിയ കള്ളപ്രവാചകന്മാർ ഇവിടെ പറഞ്ഞല്ലോ. കാലേലിയ സ്തോത്ര ആരാണ് കള്ളപ്രവാചകന്മാർ? ആട്ടുതോൽ ധരിച്ചിട്ടുള്ളതിനെ കുറിച്ച് യോഹന്നാൻ സുവിശേഷത്തിൽ വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. യേശുവിന്റെ നിത്യജയം മധ്യപ്പെട്ട്. അപ്പോൾ ഈ കാലയളവിൽ ദേവദാസൻ ഇവിടെ പറയുവാനിടയെ തീർന്ന് നമുക്ക് തന്നെ വിറ്റ്, അതായത് ആരാധനയിൽ കൂടെ ദൈവദാസന്മാർ ആരാധന ലീഡ് ചെയ്യുമ്പോൾ, ആരാധിക്കുമ്പോൾ, അന്യഭാഷ സംസാരിക്കുമ്പോൾ യഥാർത്ഥമായി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ആ മേഘാലയ ഈ കാലപ്രകൃതികൾ മാറിയ സമയങ്ങളിൽ ആ മേഘാലയ ഒരുപാട് വാർത്താ ചാനലിൽ കൂടെ ഞാൻ വാർത്ത കേൾക്കും. ആ സമയങ്ങളിൽ ഒന്ന് കേട്ടപ്പോൾ തീർത്ത് കേൾക്കും. എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. ആ മേഘാലയയിലെ കാലലക്ഷണങ്ങൾ സുവിശേഷകർ അവരുടേതായിരിക്കുന്ന കാലീയ സ്തോത്രം വചനത്തിൻ്റെതായിരിക്കുന്ന അടിസ്ഥാന പ്രകാരം സംസാരിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങളാണെന്ന് അവർ പറയുന്ന കാര്യങ്ങളിൽ ശരിവെക്കുന്നതാണ് ഈ കാലയളവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രകൃതിയുടെയും കാലങ്ങളുടെയും മാറ്റമെന്ന് ആ മേഖലയിൽ കേൾക്കുവാനിടയാക്കിയിരുന്നു. ഇത് വാർത്തകളിൽ കൂടെ ലോകം മുഴുവനും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. അതിന്റെ കൂടെ തന്നെ ഒരു വാക്കുകളോട് ഇങ്ങനെ പറയുവാനിടയാക്കിയിരുന്നു. കാലീയ സ്തോത്രം ഈ അന്യഭാഷയെ കുറിച്ച് പറയുവാനിടയാക്കിയിരുന്നു. ഈ അന്യഭാഷയെ കുറിച്ച് പറയുമ്പോൾ 120 പേരെ കുറിച്ച് കൂടെ പറയുവാനിടയാക്കുന്നുള്ളൂ. ആ 120 പേരുടെ അന്യഭാഷ കാലീയ സ്തോത്രം പെന്തക്കോസ്തുനാൾ വന്നപ്പോൾ അവർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടി പെട്ടെന്ന് കൂടി കാറ്റടിച്ചവർ ഇരുന്ന വീട് നിറഞ്ഞു. അതിനൊരു അന്യഭാഷയെ സംസാരിച്ചുള്ള ഭാഗമാണല്ലോ അമേകാലിയ അപ്പോസ്തല പ്രവൃത്തി ആ മേഖല കണ്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ മേഖലയിൽ അവർ പറയുന്നു ഇന്നത്തെ ഈ വാർത്ത പറയുന്നത് നമ്മള് വാർത്തയെ കൂടെ മുന്നോട്ട് പോകണമെന്നല്ലേ പറഞ്ഞത്. ഈ അന്യഭാഷകളെ കുറിച്ച് അവർ കാലീയ സ്തോത്രം ഒരു രൂപകൽപ്പന ചെയ്തതുകൊണ്ട് ഞാനിത് പറഞ്ഞു വരുന്ന പ്രശ്നം നിങ്ങൾക്ക് ഈ കിട്ടിയിരിക്കുന്ന ഞാനിപ്പം ഏകദേശം ഒരു 12 മൈൽ അല്ലെങ്കിൽ 14 മൈൽ കിലോമീറ്റർ താണ്ടിയാണ് ഇവിടെ കടന്നു വരുവാനിടയായിട്ടുള്ളത്. കാലീയ സ്തോത്രം നിങ്ങൾക്ക് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഇതുപോലെ ഒരു കൂട്ടായ്മ അങ്ങനെ നടക്കുന്നില്ല. യേശുവിന്റെ നിത്യജയമാതിരിട്ട് അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ കാലീയ സ്തോത്ര കാലയിലില്ല. ഈ കൂട്ടായ്മ പ്രാപിച്ച് ഇവിടെ വന്ന് ആരാധിച്ച് ഒരു നേരത്തെ ഏതായിരിക്കുന്ന അല്പം ഒരു ചായയോ അല്ലെങ്കിൽ കരുതായിരിക്കുന്ന ഒരു ഭക്ഷണമോ കഴിച്ച് മടങ്ങി പോകുവാനല്ല. ഇന്നത്തെ ഈ സന്തോഷം ഇവിടെ തീർക്കാനുള്ളതല്ല, ഇത് നിത്യതയിൽ എത്തിക്കുവാനുള്ളതാണ്. അവിടെ ആ വാർത്ത കാണിച്ചപ്പോൾ അവരുടെ തീർന്ന് അന്യഭാഷയെ കുറിച്ച് വ്യക്തമായിട്ട് സാജങ്കറിയുടേതായിരിക്കുന്ന വാർത്തയിലാണ് ഇരിക്കുന്നത്. ഒരു രൂപകൽപ്പനയായിട്ട് ആ അന്യഭാഷ 120 അവർ വാ തുറന്നിരിക്കുമ്പോൾ ഒരു തീകോളം പോലെ, അതായത് ഒരു അന്തരീക്ഷം നമുക്ക് ഏകദേശം കാണാൻ കഴിയും. ഒരു തീകോളം പോലെ സ്വർഗത്തിൽ. അപ്പൊ ഇന്നത്തെ അന്യഭാഷ യഥാർത്ഥമായ അന്യഭാഷയാണോ അന്യായ ഭാഷയാണോ എന്ന് പോലും അവയ്ക്ക് ചോദ്യം ചെയ്യുന്ന അവസ്ഥയായിരിക്കും. അതായത് സുവിശേഷത്തിൻ്റെതായിരിക്കുന്ന പോക്ക് കണ്ടുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം, ഞാൻ ഇത് പറഞ്ഞതിന്റെ ഉദ്ദേശം ആ വാർത്താ ചാനലിൽ പറഞ്ഞ കാര്യം ഇവിടെ പ്രസംഗമായിട്ട് പറ്റിപ്പെടുമെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഇവിടെ കാണുന്നുണ്ട്, ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ സ്വർഗത്തിൽ ഒരു പ്രബോധനം വെളിപ്പാട് എന്നുള്ള ഹിറ്റ് നമുക്ക് ലഭിക്കുമെന്ന് പറയാനിടയാത്തായിരുന്നല്ലോ. അമ്മയെ കാലം ഈ ഹിറ്റ് ലഭിക്കാത്തവരല്ല എന്ത് ചെയ്യും? അമ്മയെ കാലം ഇവിടെ കൊണ്ട് തീരുക. ഇവിടെ വെളിപ്പാടില്ലാത്ത മനുഷ്യർക്ക് ഇത് മര്യാദ കേട്ടപോകുന്നത്. നമുക്ക് വെളിപ്പാടില്ല എങ്കിൽ, നമുക്കൊരു ദർശനമില്ല എങ്കിൽ, നമുക്കൊരു കാഴ്ചപ്പാടില്ല എങ്കിൽ കാലീയ സ്തോത്രം പ്രവചനത്തിന്റെയും പ്രവാചകന്മാർ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ കള്ളപ്രവാചകന്മാർ. ഇത് കാലം കാലം അത് അന്ത്യത്തിലേക്ക് യുഗം അതിന്റെ സമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കാലം നാം ഉദ്ദേശിക്കുന്ന പോലെയല്ല. കാലം ഏകദേശം കർത്താവിന്റെ വരവിൻ്റെതായിരിക്കുന്ന
കാല അവസാനത്തിലേക്ക് കടന്നുകൊണ്ട് ഞാൻ ഈ നാളുകളിൽ കേൾക്കുന്ന പ്രസംഗങ്ങളിലെല്ലാം ഒരുപാട് ദൈവദാസന്മാരും ഹല്ലേലൂയ സ്തോത്രം പറയുന്നത് കാലം ഹല്ലേലൂയ സ്തോത്രം അവസാനത്തെ കുറിച്ചാണ്. ഇനി ഒരുപാട് നാൾ മുന്നോട്ട് പോകുകയില്ലെന്ന് വ്യക്തമായി വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ കഴിഞ്ഞ സുരേഷ് കണക്കിൽ ഞങ്ങൾ മാസയോഗത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അതുവരെ പലപ്പോഴും ഞാൻ പറയുമ്പോൾ തന്നെ പുച്ഛിച്ചുള്ള ദൈവാസൻ മറ്റൊരു കാര്യം എന്തോ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുവാനിടയായി തീർന്ന് ഹല്ലേലൂയ സ്തോത്രം ഞാൻ ഈ ഇലക്ട്രിക് വണ്ടികളൊക്കെ അല്ല ഈ ഡീസൽ പെട്രോൾ വണ്ടികളൊക്കെ നിലത്തുനിന്ന് മാറ്റുകയാ ഒരു വാർത്ത വരുവാനിടയായി തീർന്നത്. ഇപ്പോൾ അതിൻ്റെതായിരിക്കുന്ന പുതിയതായി നിർമ്മിക്കുന്ന വണ്ടിയുടെയൊക്കെതായിരിക്കുന്ന നിർമ്മാണം ഹല്ലേലൂയ സ്തോത്രം ഇന്ത്യൻ സർക്കാർ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അത് നിർത്തിവെക്കുകയാണ്. ഇനി നിർമ്മിക്കുന്ന വണ്ടികൾ പുതിയതായി ചേസും ഇന്ത്യനും രൂപകൽപ്പന ചെയ്യിക്കുന്നതെല്ലാം ഈ ഇലക്ട്രിക് ആണെന്ന് പറയുവാനിടയായി തീർന്നു. അത് പറഞ്ഞപ്പോൾ 2050 45-50 ഇന്ന് നിലത്തോടുന്ന എല്ലാ പെട്രോൾ ഡീസൽ വണ്ടികളും മാറ്റണമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോഴറിയുന്നത്. അദ്ദേഹം പറയും ഈ 2045-2050 കടന്നു പോകുമെന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. അതാണ് ഈ കാലഘട്ടത്തിൽ കാണിക്കുന്നത് പറയാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ദൈവദാസൻ പറഞ്ഞൊരു ദൂത് പിടിച്ച് മുന്നോട്ട് പോകുകയല്ല. നിങ്ങളോട് പറഞ്ഞതിലായിരിക്കും വചനം എനിക്ക് തപ്പേണ്ട ആവശ്യമില്ല. ഞാൻ വ്യക്തമായ വെളിപ്പാട് പുസ്തകത്തിന്റെ ചരിത്രത്തിൽ നിന്ന് അത് എടുത്തു വെച്ചിട്ടുണ്ട്. യേശുവിന്റെ ഇത് പറയാതിരിക്കാൻ എനിക്ക് തരമില്ല. എന്തെന്നാ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നാം ഇവിടെ ആരാധിക്കുന്നത് ഈ വെളിപ്പാടോ ദർശനമോ ഹല്ലേലൂയ സ്തോത്രം പ്രബോധനമോ ഒരു മനുഷ്യൻ തരുന്നതല്ല. പരസ്യമായി കുറ്റം പറയുന്നത് വിചാരിക്കരുത്. ഈ കൊട്ടാരക്കര മേഖലകളിൽ ഏറ്റവും പ്രബലനായ ഒരു ദൈവദാസൻ കഴിഞ്ഞ ദിവസം ആഫ്രിക്കയിൽ നടന്ന ഒരു ദൈവദാസൻ തന്റെ കൈ വെച്ചപ്പോൾ പൂതളവിന്ന് സ്റ്റേജിൽ നിന്ന് താഴെ വീണെന്ന് കേൾക്കുവാനിടയായിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ പറയാനിടയായിട്ടുണ്ട്. ഒരു കൂട്ടായ്മ ഞാൻ വരെ പോയിട്ടില്ല. ഞാൻ അത്രയും വലിയ നീതിമാനെന്നോ വിശ്വസനെന്നോ അത്രയും വലിയ ആണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്ന ഉദ്ദേശം. ഞാൻ പറഞ്ഞു വരുന്ന ഉദ്ദേശം തമിഴ്നാട്ടിലും മറ്റുള്ള ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു കരടിൽ ഒരു കെട്ട് കെട്ടിയ ഒരു കൃപയാ എന്നാ പറയുന്നത്. 2 കെട്ടിയ 2 9 കൃപയും കൊണ്ട് വരുന്ന കൃപ ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. യേശുവിന്റെ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ദൈവദാസൻ പറഞ്ഞത് ഇവിടെയായിരിക്കുന്ന ദൈവദാസന്മാരുടെ കരങ്ങളിലല്ല ഈ ആരാധനയിൽ കൂടെ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലിലേക്ക് ഇറങ്ങുവാനിടയാക്കണം. ഈ കൂട്ടായ്മ ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി നമ്മളിവിടെ കടന്നു വന്ന് മെനക്കെട്ട് ആരാധിക്കുന്നത് ഇവിടെ കൊണ്ട് തീരുവാനുള്ളതല്ല. നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരത്ത് സുന്ദരം എന്ന ദേവാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഈ 2 പുരുഷന്മാരെ ദൈവപുരുഷന്മാരെ കാണുമ്പോൾ അമ്മയുടെ ഗർഭം മുതലേ മുടന്തനായി ഒരുവൻ ദേവാലയത്തിന്റെ മുമ്പിലിരുന്നു കൊണ്ട് ഒരു രാജകരെ പോലെ രാജിച്ചുകൊണ്ടിരിക്കുന്നവൻ ഇവരെ കാണുമ്പോൾ സ്തോത്രം വെള്ളിയോ പൊന്നോ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി അവരെ ഉറ്റുനോക്കുവാനിടയായിത്തീർന്നു. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ വന്നവരാരും ഇവിടെ വരുന്നവരപ്പം പാസ്റ്റോട് വന്നപ്പോഴേ ഇവിടെ നേതൃത്വം മൊത്തം പാസ്റ്റ കേട്ടിട്ടില്ല. ഞാൻ പറയുന്ന ഈ ആരാധനകൾ നമ്മൾ കടന്നു വരുമ്പോൾ ഈ ആരാധനയിൽ വരുന്നവരാരും നമ്മളാരും ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി വരുന്നവരായി തീരരുത്. മനസ്സിലായോ? ഭവനത്തിന്റെ ഉയർച്ചയ്ക്കോ വളർച്ചയ്ക്കോ കടന്നു വരുന്നവരായി തീരരുത്. നല്ല ജോലിക്ക് വേണ്ടിയോ ബാങ്ക് ബാലൻസിന് വേണ്ടിയോ ഒരു വാഹനത്തിനോ ഒരു ഭവനത്തിനോ വേണ്ടി വരുന്നവരാവരുത്. സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ ഒരു കോളേജായി വരണം. ഇത് എനിക്കോ ഇവിടെ ആയിരിക്കുന്ന ദൈവദാസന്മാർക്കോ നിങ്ങളെ സ്വർഗത്തിൽ എത്തിക്കാൻ കഴിയില്ല. ഞാനിപ്പോ എത്തിയിരിക്കുന്നത് വെച്ചാൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയെന്ന് പറയുന്നു. ഒരേ ഒരു വ്യക്തിയെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഏലിയാവിനെ ഉടലോടെടുക്കും. പിന്നെ ഏലിയാവ് നരകം ഇസ്രായേലിന്റേതായിരിക്കുന്ന മടങ്ങുന്ന വെളിപ്പാട് പുസ്തകത്തിൻ്റെതായിരിക്കുന്ന 11-7 വായിക്കുമ്പോൾ ആ 2 പുരുഷന്മാർ ഇസ്രായേലിനോട് സുവിശേഷം പറയുന്ന ഭാഗം കാണാൻ കഴിയുന്നുണ്ട്. അവിടെ നമുക്ക് അവർ ദൈവസന്നിധിയിൽ നിൽക്കുന്ന നിലവിളക്കും ഒലിവതയ്യെന്നൊക്കെ പറയുന്ന ഭാഗമുണ്ട്. വെളിപ്പാട് പുസ്തകം 11-7 അവിടെ കാലില്ല. ഈ 2 പേര് പോലും പറഞ്ഞില്ല അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടെന്ന് പറയപ്പെട്ടിട്ടില്ല. മോശം പറഞ്ഞ് മോശം നയിച്ച ജനം വഴിതെറ്റിപ്പോയപ്പോൾ അവർ കാളക്കുട്ടിയെ വാർത്തപ്പോൾ അവൻ ദൈവത്തിന്റെ പറഞ്ഞു വായിക്കുന്ന സീനായി മലയിൽ നിന്ന് 40 പകലും കഴിഞ്ഞ് കൽപ്പലകയുമായി ഇറങ്ങി വരുമ്പോൾ അവർക്ക് മുന്നോട്ട് നീങ്ങുവാനുള്ളതായിരിക്കുന്ന കൽപ്പല എഴുതി വരുമ്പോൾ അവർ വഴിതെറ്റി പോയപ്പോൾ മോശ ആ സങ്കടം സഹിക്കാൻ കഴിയാതെ അവരെ ഏൽപ്പിച്ച ജനം നശിച്ചു പോയല്ലോ എന്നുള്ളൊരു വിചാരം കൊണ്ട് അവൻ ഈ കൽപ്പലക എറിഞ്ഞു മുട്ടിച്ചിട്ട് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് പേര് വായിച്ചു കളയണമെന്ന് അവൻ ദൈവത്തോട് അപേക്ഷിക്കുന്ന ഭാഗം കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പൊ എനിക്കോ നിങ്ങൾക്കോ നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മളെല്ലാം
ഈ യാത്ര ചെയ്യുന്നത്. ഇത് ഈ അമ്മ സ്വർഗത്തിലേക്ക് എത്തിച്ചേരണമെന്നുള്ള ഒരു പ്രതീക്ഷയോടുള്ള യാത്രയാണ് നമ്മൾ ദിനം പ്രതി ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകുന്നത്. യേശുവിനെ മാറ്റിയിട്ടെ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ തുടക്കത്തിൽ ദൈവദാസൻ കഴിഞ്ഞ ആഴ്ച ഞാൻ വായിച്ചത് കുറെ തന്നെ പറയുവാനിടയാക്കിയിരുന്നത് മകളയാമാവലോ മഹാ അമ്മയെ ദേഷ്യയെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ഇത് മനസ്സിലാക്കണം. 10 വയസ്സുള്ള ആൺകുഞ്ഞുങ്ങൾക്ക് മുതൽ മനസ്സിലായോ പറയുന്നത്. അമ്മയെ 100 വയസ്സുള്ള അമ്മയെക്കാളേലിയ സ്തോത്രകാലേലിയ അപ്പച്ചന്മാർക്ക് പോലും ഈ ലോകത്തില് കാലേലിയ സ്തോത്രം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതേ ഒരു സാഹചര്യത്തിലാണ് മനസ്സിലാവുന്നുണ്ട് പറയുന്നത്. ഈ കാലങ്ങളൊക്കെ ദൈവവചനം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മയെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം ഈ കാലം എവിടെ വന്ന് നിൽക്കുന്നുണ്ട്. മനസ്സിലായോ പറയുന്നത്. ഇതിന് അറിഞ്ഞു വരുത്താതിരിക്കാതെ ദൈവം ഇതിനൊരു മാറ്റം വരുത്തും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്. പ്രബോധനങ്ങളായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കും. ഇത് വെറും വാക്കായിട്ട് പറയുന്ന വാക്കല്ല, ഇത് മനസ്സിലാക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാനെന്ന് പറയുമ്പോൾ ഹാലേലിയ സ്തോത്രം. ഞാൻ 3ാം ക്ലാസ് വരെ പോയൊരു വ്യക്തിയാണ്. മനസ്സിലാവുന്നുണ്ടോ. എന്റെ ഭാര്യ ഡിഗ്രി പോയെങ്കിലും ഡിഗ്രിക്കാരിയാണെങ്കിലും അവരെ കൂടെ ഞാൻ വായിപ്പിക്കാറില്ല. അവരെ കൂടെ എഴുതിക്കാറില്ല. ഈ അക്ഷരം കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും. കാലിൽ ഞാൻ തന്നെ വായിക്കുന്നതും അമ്മയെ കാലിൽ മനസ്സിലാക്കുന്നതും വേറൊരാൾക്ക് അറിവല്ല. അമ്മയെ കാലിലെ സ്തോത്രം. അപ്പോൾ ഇപ്പോൾ നമ്മൾ എവിടെ എത്തിച്ചേരിക്കുന്നു നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കൂടുതൽ സമയം എനിക്ക് എടുക്കുകയില്ല. അമ്മയെ കാലിലെ സഹകരിക്കുന്ന സമയം 7 മിനിറ്റ് കൂടെ അമ്മയെ കാലിലെ സ്തോത്രം 9 മിനിറ്റ് കൂടെ 9 മിനിറ്റിനകത്ത് ഞാൻ ഇരിക്കുവാൻ ഇടയായിത്തീരും. മറ്റൊരു ദിവസം ഇനി ഞാൻ എനിക്ക് കഴിയുന്ന സമയത്ത് സമയങ്ങളിലൊക്കെ വരും. ഞാൻ ദിവസം പറയാ പ്രസംഗിക്കാൻ മറ്റൊരാളുണ്ടെങ്കിലോ അമ്മയൊക്കെ ഒരിക്കലും അമ്മയെക്കാളിൽ എനിക്ക് വേണ്ടി അമ്മയെക്കാളിൽ ഞാൻ എനിക്ക് വിഷമം സമയം തന്നു ഞാൻ പറയത്തില്ല. തന്നാൽ കാലിൽ എത്ര മണിക്കൂർ വന്നാലും ഞാൻ പ്രസംഗിക്കും. അത് വേറെ ഭാഗം. അത് വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ സംസാരിക്കാൻ വേണ്ടിയിട്ടില്ല. അപ്പൊ കാലഘട്ടം അതേ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. യേശുവിനെത്തി ദയം മാറ്റിട്ടെ. നമുക്ക് അമ്മയെക്കാലിലെ സ്തോത്രകാലില്ല അമ്മയെക്കാലിൽ വചനത്തിലേക്ക് കടന്നു പോകാം. അമ്മയെക്കാലിലെ സ്തോത്രം ലൂക്കോസിന്റെ സുവിശേഷം അമ്മയെക്കാലിൽ 21ന്റെ 26 വായിക്കട്ടെ. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിക്കുവാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കി പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാ തേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തല പൊക്കുവേൻ. ഇത് സംഭവിച്ചു വരുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് എന്ത് ചെയ്യാം? അടുത്തു വരുന്നു. ഈ ദൈവമക്കൾ ഇപ്പോൾ എന്ത് ചെയ്യണം? അടങ്ങിയിരിക്കുന്ന കാലഘട്ടമല്ലേ. ഞാൻ നിങ്ങളോട് വായിച്ചു പറഞ്ഞത് അമ്മയെക്കാലം ഇവിടെ കാണാൻ കഴിയുന്നത് ഈ വെളിപ്പാട് പുസ്തകം 19ന്റെ 1 വായിച്ചോട്ടെ. ഞാൻ അമ്മയെക്കാലിലെ സ്തോത്ര സമയമില്ലാത്തോണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്താടി പോകുന്നത്. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു. തന്റെ ദാസന്മാരുടെ ഇവിടെ യഥാർത്ഥമായി ഈ ചെയ്ത് പ്രവൃത്തി ചെയ്തെന്ന് പറയാൻ നടക്കണല്ലോ. അവര് വളരെ കാര്യം കേൾക്കുന്നത് നമുക്കാണ് നടക്കേണ്ടത്. ഒന്ന് ചിന്തിച്ചു നോക്കിയ ഹാലേലിയ സ്തോത്രകാലേലിയ. അപ്പം ദൈവസഭ അടങ്ങിയിരിക്കാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഉദ്ദേശിക്കും പോലല്ല ഇനി വരാൻ പോകുന്നത്. ഇപ്പോഴും തന്നെ ദൈവസഭയിൽ ദൈവദാസന്മാരോട് പറയുന്നത് ഒരു ഭവനത്തിൽ ചെന്ന് സുവിശേഷം പറയുക, ചാറ്റ് കൊടുക്കരുത്, ഒരു ഭവനത്തിനുള്ളിൽ കയറാൻ പാടില്ലെന്നാണ്. ചാറ്റക്കൂടിലൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും ഭൂരിപക്ഷ നിവാസം വരെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഭവനത്തിന്റെ ഇവിടെ വാദക്കൽ വന്ന് നമ്മള് ലിംഗലാപം കൊടുക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? നമ്മളെ നശിപ്പിക്കുവാനോ നമ്മളെ പീഡിപ്പിക്കുവാനോ എന്നാണെന്നുള്ള ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. ആകാലിയ സ്തോത്രം ഈ കാലിക സുവിശേഷം ഇല്ലാതെയാക്കുവാൻ ഇതുവരെ കാലിക സ്തോത്രം കാലിക ഒരു പൊരുളുണ്ടെങ്കിൽ ഒരു നിഴലുണ്ട്. നിഴലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവസഭയ്ക്കൊന്നും ആഗ്രഹം സംഭവിച്ചിട്ടില്ല. സംഭവിച്ചിട്ടുണ്ടെങ്കിലും മറ്റൊരു ഭാഗത്ത്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ കാലയിലെ സ്തോത്രകാലില്ല നമ്മൾ തല ഉയർത്തേണ്ട സമയം എടുത്തിരിക്കുക. ഈ കൂട്ടായ്മ നമുക്ക് കൂടി അവയെ കൂട്ടി വരുത്തിയിരിക്കുന്നു പറയുമ്പോൾ എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാല് കാലയിലെ സ്തോത്രം അടങ്ങിയിരിക്കുവാനല്ല, കാലയിലെ സ്തോത്രം ഉണരുവാൻ വേണ്ടിയാ. അമ്മയെക്കാലിൽ അവിടെ ലോകനാരം അമ്മയെക്കാലത്ത് അവൻ കരുതിയത് എന്താ? വെള്ളിയോ പൊന്നോ? അവരെന്താ പറഞ്ഞത്? വെള്ളിയോ പൊന്നോ എന്റെ കയ്യിൽ ഇല്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. അത്രയായ യേശുവിന്റെ നാമത്തിൽ നടക്കുക അല്ലേ? അവൻ എവിടെ എത്തി?
അവൻ കാലയിലെ സ്തോത്രം തുള്ളിയും ചാടി അമ്മേ കാലയിലെ സ്തോത്രം സുന്ദരമെന്ന ദേവാലയത്തിൽ പുരോഗമന നടുവിൽ നിൽക്കുവാനിടയായി തീർന്നു. അമ്മേ കാലയിലെ സ്തോത്ര കാലയിലിയ നമ്മൾ ഓരോരുത്തരുടെയൊക്കെ നിങ്ങൾ വിചാരിക്കും കേട്ടോ, കാലയിലെ നിങ്ങൾ പിന്നിലായിരുന്നു, നിങ്ങളെയൊക്കെ പിന്നിലായിരുന്നു ഞാൻ ഒരിക്കലും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മനസ്സ് വെച്ച കാലയിലെ നിങ്ങളെ എവിടെ നിർത്തും? ഇവിടെ നിർത്തും. കാലയിലെ സ്തോത്ര കാലയിലെ ദൈവത്തിന്റെ രാഷ്ട്രന്മാരോട് പറയും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? കാലയിലെ സ്തോത്ര കാലയിൽ ഇവിടെ വന്നിട്ട് കേട്ടിട്ട് പോകാം എന്ന് വിചാരിച്ചു ഇരിക്കരുത്. ഇത് വെറുമ്പാക്കാട്ട് പറയുന്നൊരു കാര്യമല്ല. യേശുവിന്റെ ജയമാക്കിയിട്ട് നിങ്ങളുടെ അത്രയും ഒരു ബുദ്ധിയില്ലാത്ത ഒരു അമേക്കാലെ ദൈവദാസൻ സജീവ പേര് അമേക്കാലെ തെറ്റുകളിലുണ്ട്. അദ്ദേഹം സംസാരിക്കുന്നതോ അദ്ദേഹത്തിന് നടക്കുന്നതൊന്നും പാസ്റ്റർക്ക് അറിയാമല്ലോ, അറിയാം. കാലേലിയ സ്തോത്ര കാലേലിയ പാൻ്റൊക്കെ ഇട്ട് ഞാനൊക്കെ പറയുമ്പോൾ അമ്മയെ കാലേലിയ സ്തോത്രം വളരെ മോശപ്പെട്ട ഡ്രസ്സാണ്. ഡ്രസ്സ് വെറും പല ഡ്രസ്സൊന്നുമല്ല. അദ്ദേഹം അമ്മയെക്കാൾ ദൈവദാസൻ പോകുന്നത് കറുത്ത പാൻറ് ഇടണമെന്നല്ല, വെള്ള ഉടുപ്പ്, അമ്മ ഇഞ്ചി ചെയ്ത് ഷൂ ഒക്കെ ഇട്ട് നല്ല അമ്മയെക്കാലിന്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ കാലേലിയ സ്തോത്ര കാലേലിയ ഒരു വല്ലാത്തൊരു അംഗവലി തട്ടിയതുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഭയങ്കര അംഗവല്യമുണ്ട്. സംസാരം ഒന്നും കറക്റ്റല്ല. കാലേലിയ ഞാൻ പറയട്ടെ, കാലേലിയ സ്തോത്ര കാലേലിയ വളരെ ആൾക്കാർ മാനിച്ചുണ്ട്. അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചപ്പം അമ്മയെ കാലേലിയ സ്തോത്രം മധുപാസ്റ്റായതിൽ അദ്ദേഹം ഞങ്ങൾ ചർച്ചക്കൂടുള്ള മാസ്റ്റർമാരുമായി ആ ശുശ്രൂഷ ചെയ്യുവാനിടയുണ്ട്. അദ്ദേഹത്തെ മാനിക്കാം. ആ നാശത്തിലുള്ളവരും എല്ലാവരും സാക്ഷ്യം പറഞ്ഞ അദ്ദേഹത്തെ കുറിച്ച് പറയാനിടയായിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഒരിക്കൽ ഞാൻ വേറ്റൊരു ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ആ ഭവനത്തിൽ അദ്ദേഹം ഒരു ഞായറാഴ്ച 4 മണിയായപ്പോൾ ആ ദേശത്ത് ആ ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ വന്ന് ആ ഭവനത്തിലെ പൈതൽ ഇന്ന് കാലേലിയ സ്തോത്രം ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും സ്നേഹപരിതനങ്ങൾക്ക് അവന് അതിനോട് ചേർത്തിട്ട് അവൻ മദ്യപിച്ച് 5-ാമൊക്കെ അമ്മയെ വലിച്ചുകൊണ്ട് നടന്ന വ്യക്തിയെ അതിനോട് ചേർത്തിട്ട് അവനോട് ചേർത്തെന്ന് പറഞ്ഞാൽ തെറ്റിക്കുഴി എന്ന് പറഞ്ഞ പ്രദേശം ഒരു വലിയ പ്രദേശമാണ്. അവിടെ ഈ സ്നേഹപരക്കാർക്ക് ഒരു ചർച്ചിട്ട് അവിടെ നിന്ന് കുറച്ച് ജനങ്ങളെ പിടിച്ചെടുക്കാം. അതിനുവേണ്ടി ഇവനെ കൂടെ ചേർത്തുകൊണ്ട് ഓസ്ട്രേലിയയിൽ സായിപ്പനെ റെക്കമെൻഡ് ചെയ്ത് ഇവനിൽ കാലേലിയ സ്തോത്രം വാഹന കാർ വരെ മേടിച്ചു കൊടുത്തു. കാറുണ്ട്, കാർ വരെ മേടിച്ചു കൊടുത്ത് ഈ കാലേലിയ സ്തോത്രം ഒരു കാര്യമുണ്ട്. അവൻ സത്യം മനസ്സിലാക്കുമ്പോൾ അത് വിട്ട് അവൻ കറക്റ്റായിട്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരും. മനസ്സിലാവുന്നല്ല പറയുന്നത്. നമ്മൾ ഓരോരുത്തർ ഞാനും ആദ്യമേ ദൈവസഭയിലേക്ക് ഇറങ്ങി വരുമ്പോൾ എന്റെ കാലേലിയ 5 സുവാസം ഞാൻ ആദ്യമായിട്ട് ഇരിക്കുന്നത് ഒരു കാലേലിയ സ്തോത്രം സത്യാരാധനയിലല്ല. കാലേലിയ സ്തോത്രം പരിശുദ്ധാത്മാവിന്റെ ഞാൻ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന അവരോട് പറയും, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു പറയണ്ട കേട്ടോ. ദൈവത്തിൽ ഇവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണല്ലോ, പിന്നെ അങ്ങനെ പറയുന്നത് എന്നോട് ചോദിച്ചിട്ടുണ്ട്. കാലേലിയ ഞാൻ പറഞ്ഞു അവിടെ ആ സത്യമെന്ന് ഞാൻ വിശ്വസിച്ചു. അപ്പോൾ എന്റെ ആത്മീയ ഗുരുവിനോട് പറഞ്ഞു, നിന്നെ അവിടുന്ന് അവർ തന്നെ പറഞ്ഞു വിടും. നീ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രവൃത്തി വെളിപ്പെടാതിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം ഈ പയ്യനെ കാലേലിയ സ്തോത്രം അവന്റെ ഭവനത്തിൽ ഞായറാഴ്ച തോറും, അതായത് മദ്യപിച്ച് കഞ്ചാവും വലിച്ച് ആദ്യത്തെ പെണ്ണും അതിനെ വിവാഹം കഴിച്ചു. ഒരു കൊച്ചായപ്പോൾ അതിനെ ഉപേക്ഷിച്ചിട്ട് രണ്ടാമത് മറ്റൊരു വിവാഹം കഴിക്കുന്ന പെണ്ണെ കൊണ്ടുവന്നു. അപ്പൊ ഇപ്പൊ അവൻ ചെയ്തത് തെറ്റാന്ന് വെച്ചാൽ ദൈവസ്ഥലം അവന്റെ കണക്കുറേണ്ട വരും വേറുണ്ടാവും. അവന്റെ ഭവനത്തിൽ ചെന്ന് ദേശത്ത് വളരെ ദീർഘമായി നടന്ന ആ ഭവനത്തിൽ ചെന്ന് ഈ ദൈവദാസൻ സജീവ് പറഞ്ഞ ദൈവദാസൻ ചെന്ന് അവിടെ കറക്റ്റായിട്ട് സുവിശേഷം പറഞ്ഞപ്പോൾ ഇന്ന് അവൻ കാലേലിയ സ്തോത്ര കാലേലിയ ഒരു ചർച്ചിൽ കാലേലിയ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അവൻ ആ ചർച്ചിൽ വിശ്വാസത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഓസ്ട്രേലിയയിലെ സായിപ്പിനോട് ഇടപെട്ട് ആ സായിപ്പ് അവനൊരു കാർ മേടിച്ചു കൊടുക്കാൻ പറ്റും. ഇന്ന് അവൻ പല വീട്ടിലും പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ അംഗവല്യമുള്ള സംസാരശേഷി ഇല്ലാത്ത കാലേലിയ സ്തോത്രങ്ങൾ മുഖം വല്ലാതെ കോടിയിരിക്കുന്ന ഒരു ദൈവദാസൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഭവനത്തിൽ ഒരുവരെ ഉണർത്തുവാനിടയായിരുന്നു. ദൈവവചനം പഠിപ്പിക്കുന്നല്ലോ ഇങ്ങനെയാണ്. കർത്താവ് 7 വിടുതലെ തെരഞ്ഞെടുത്ത് താൻ പോയ സ്ഥലങ്ങളിലും പട്ടണങ്ങളിലും അയച്ചു. തനിക്ക് മുമ്പ് അയച്ചു. അവൻ കർത്താവിന് മുമ്പായി കടന്നു ചെന്ന് ഒരു ഭവനത്തിൽ ചെന്ന് ഇങ്ങനെ പറയുക, ഈ വീടിന് സമാധാനം. കാലേലിയ സ്തോത്രം അവിടെ ഒരു സമാധാന പുത്രനുണ്ടെങ്കിൽ ആ സമാധാനം അവരിലേക്ക് പ്രവേശിക്കും. ഇല്ല എങ്കിൽ അത് മടങ്ങി വരുമെന്നാണ് പറയുന്നത്. കാലേലിയ സ്തോത്രം നിങ്ങൾ മടങ്ങി വരുമ്പോൾ നിങ്ങളുടെ കാലിൽ പൊടി എന്ത് ചെയ്യുക, കാലിൽ അവിടെ കട്ടിയിടുക. ഒടുവിലത്തെ നാളിൽ പൊടി സാക്ഷി പറയുന്ന ഭാഗമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരിക്കുന്നത് എന്ന് നമ്മൾ കേൾക്കുന്നവരായി തീരില്ല കേട്ടോ. കാലേലിയ സ്തോത്രം കാലേലിയ നിങ്ങൾക്ക് ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഒരു വിഷമമായിരിക്കാം, പക്ഷെ വിഷമിച്ചോണ്ട് കാര്യമില്ല. ഞാനിത് വാക്കുകളെ തീർത്ത് ഞാൻ വായിക്കാൻ വായിച്ചിട്ട് മറ്റൊരു ഭാഗത്തേക്ക് എനിക്ക് കാലിക്കാൻ പോയില്ല. എങ്കിലും ഞാൻ കറക്റ്റ് 20 മിനിറ്റ് ആയിരിക്കുക ദൈവദാസ ഇനി കാലേലിയ സ്തോത്രം മറ്റൊരു ദിവസം വന്നാൽ ഞാൻ ഇതിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കാനിടയിൽ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി പറഞ്ഞു തരത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിർത്തുവാനിടയിൽ. കാലേലിയ സ്തോത്രം ഇന്നത്തെ കൂടെ നിങ്ങളിന്ന് പരീക്ഷിച്ചു. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ അമ്മയോട് പറയണ്ട. മനസ്സിലായോ പറയുന്നത്?
ജോസ് പാസ്റ്ററോട് പറയണ്ട. ഇപ്പോൾ നിങ്ങൾ കാലേജിനെ സ്നേഹിക്കുന്ന ജോസ് പാസ്റ്ററോട് പറയണ്ട, എന്നോട് പറയണ്ട, മറ്റാരോടും പറയണ്ട. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ രഹസ്യമായി നിങ്ങൾ അറയ്ക്കുള്ളിൽ കയറി വാതിലടച്ച് രഹസ്യത്തിലെ പിതാവിനോട് എന്ത് ചെയ്യാ? പ്രാർത്ഥിക്കണം. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? നമ്മൾ പിന്നോട്ട് പറഞ്ഞു. മനസ്സിലായോ? നീ കേൾക്കുന്നുണ്ടോ? ചിരിക്കാൻ വേണ്ടിയല്ല പറയുന്നത്. എല്ലാവരും തള്ളപ്പെട്ടവരായത് മുന്നേ ഞാൻ ഒരിക്കലും, അതുകൊണ്ടായി പറയുന്നത്. അനുഭവത്തിൽ വേറെ ആളെ കുറിച്ച് പറയല്ല. ഞങ്ങളുടെ വാക്കുകളിൽ നിർത്തുക. വചനം കുറിവാക്യം വായിച്ചുകൾ അതിന്റെ ഒരു പാപം ഞാൻ പറഞ്ഞില്ല. ആലേലിയ സ്തോത്രം. വരുന്ന ഒരു അവസ്ഥകൾ ഇനിയും വന്നാലും ഇതിൽ നിന്ന് മറ്റു ഭാഗത്തേക്ക് ഞാൻ കടന്നു പോകാൻ ഇടയായിട്ടും ഇന്ന് ഈ രാത്രി കാലത്ത് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസനിൽ കൂടെ ഞാനും ചില ദൂതകൾ കാലം നമുക്കൊക്കെ ശൂലം ഉണ്ടാവും കേട്ടോ. ശൂലം എന്ന് പറഞ്ഞാൽ ചില ശൂലമാണ് എല്ലാം നമ്മുടെ ജീവിതത്തിൽ വിഷമമൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ശൂലം ഉണ്ടാകുമ്പോൾ കാലങ്ങളിൽ നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കപ്പെടുന്നവരായിട്ടില്ല. അന്നേരം ഇന്ന് രാത്രി കാല ദൈവദാസനിൽ കൂടെ ചിലപ്പോൾ എനിക്ക് സന്തോഷമായി തീരുമെന്ന് വിശ്വസിക്കുന്നു. ഇതിന് പത്താം ദൈവങ്ങളെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുക. കാലിക സമയത്ത് കർത്താവിന്റെ ദാസൻ ഈ കൂട്ടായ്മയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു. സന്തോഷമുണ്ടോ? ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ വചനം പറഞ്ഞ ദൈവദാസനെ സ്തോത്രം പറഞ്ഞു. കഴിഞ്ഞ ശനിയാഴ്ചയും വെള്ളിയാഴ്ച കർത്താവിന്റെ ദാസൻ കടന്നു വരുവാനിടയായി തീർന്നു. ഒരുമിച്ച് ഞങ്ങൾക്ക് ദൈവത്തെ കൊടുത്തുവാനും സന്തോഷിപ്പാനും ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവം തന്നൊരു നിയോഗപ്രകാരം ഹല്ലേലൂയ നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി കടന്നു വരുന്നു, ദേശത്തിന് വേണ്ടി ഇടിവ് നിൽക്കുവാനായി കടന്നു വരുന്ന, പരസ്പരം പ്രാർത്ഥിക്കുവാനായി കടന്നു വരുന്ന എല്ലാ ദൈവമക്കളെ കുടുംബമായി ഓർത്ത് ചില ദിവസങ്ങളിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ മുൻപോട്ട് പോകുകയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച പകൽ സമയം ഉണ്ടായിരുന്നു. 2-3 ഭവനത്തെ ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥന കൂടുതൽ നേരം പ്രാർത്ഥന സമയം കൊടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഉപവസിച്ച് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. 8-10 പേര് കടന്നു വരുവാനിടയായി. ഇന്നും പകൽ സമയം ഏകദേശം 2 മണിയോളം വരെ ഈ ചൂട് വലിയ ചൂടാണ് എങ്കിലും 2 മണി വരെയെങ്കിലും ദൈവസന്നിധിയിൽ ചില കുടുംബങ്ങൾക്ക് വേണ്ടി അവരുടെ വിടുതലിന് വേണ്ടി, അവരുടെ സന്തോഷത്തിന് വേണ്ടി, അവരുടെ ആത്മീക ഭൗതികമായ ഉയർച്ചയ്ക്ക് വേണ്ടി ഒക്കെ ദൈവസന്നിധിയിൽ ഇടുമെന്ന് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അത് കുടുംബങ്ങൾക്ക് വലിയ അനുഗ്രഹമായി മാറും എന്ന് വിചാരിക്കുന്നു. നന്ദിയുടെ സ്തോത്രം. ഇങ്ങനെ ദൈവം തരുന്ന നിയമോഹങ്ങൾ ഏറ്റെടുക്കാം. ഈ ദിവസങ്ങളിൽ മുൻപോട്ട് യാത്ര ചെയ്യുകയാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൃത്യമായി ചോദിക്കുന്നു. ഇന്ന് കടന്നു വന്ന എല്ലാവരെയും ഒരു വാക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ദൂതിലേക്ക് നമുക്ക് അല്പസമയം കയറി നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ പ്രാർത്ഥിപ്പാൻ സ്വയം സഹായിക്കട്ടെ. ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രി കാലം അതിനെ നമുക്ക് വായിക്കാം. ആധാരമായി ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 8-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വായിച്ചാണ്. ആകാശത്തിലെ പറവകൾ 8-5 വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണിട്ട് തട്ടിപ്പോകുകയും ആകാശത്തിലെ പർവ്വജാതി അതിനെ തിന്നുകളയുകയും ചെയ്തു. മറ്റു ചിലത് പാറമേൽ വീണ് മുളച്ച് നനവില്ലാകിയാൽ ഇറങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണ് മുള്ളുകൂടെ മുളച്ച് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണ് മുളച്ച് 100 മേനി ഫലം കൊടുത്തു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക ദൂതം ഗലീലയിലെ സാധാരണക്കാരായ ഒരു കൂട്ടം ജനത്തോട് സ്വർഗം സംസാരിക്കുന്നു. ഹല്ലേലൂയ. വിദ്യാഭ്യാസമില്ലാത്ത കൃഷിക്കാരായിരിക്കുന്ന ഒരു കൂട്ടം ജനം ഗലീലയിൽ പാർക്കുന്ന ഒരു കൂട്ടം ജനത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് യേശു അവർക്ക് മനസ്സിലാകത്തക്കോണം ഹല്ലേലൂയ താൻ ഹല്ലേലൂയ ദൈവിക വചനത്തിന്റെ ആഴങ്ങളെ കുറിച്ച് അവർക്ക് മനസ്സിലാകുവാൻ, അവർക്ക് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഒരു ഉപമയോടെ സംസാരിക്കുന്ന ഒരു വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? വിതയ്ക്കുന്നവൻ വിത്ത് വിതപ്പാൻ പുറപ്പെട്ടു. അപ്പോൾ നമുക്കറിയാം ഹല്ലേലൂയ ഒരു കൃഷിയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്ന ഒരു കൂട്ടം ജനത്തോടാണ് യേശു സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അവരോട് സംസാരിക്കുന്നത് വിതയ്ക്കുന്നവൻ വിത്ത് വിതപ്പാൻ പുറപ്പെട്ടു. ഹല്ലേലൂയ. പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ
ചിലത് വഴിയരികിൽ വീണിട്ട് അത് ചവിട്ടിപ്പോവുകയാണ്. അവൻ അതിനെ ചവിട്ടിക്കളയുകയും ആകാശത്തിലെ പറവകൾ വന്ന് അത് തിന്നുകളയുകയും ചെയ്തു. മറ്റു ചിലത് എന്ത് ചെയ്തു? പാറമേൽ വീണു, ഫലമില്ലായകയാൽ ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിന്റെ ഇടയിൽ വീണു, മുള്ളും കൂടെ മുളച്ചു, അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു, മുളച്ചു, 100 മേനി ഫലം കൊടുത്തു. ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. ആമേൻ. ഇവരോട് സംസാരിക്കുന്ന ഈ ദൂത് ഒരു അസാധാരണമായ ദൂതാണ്. ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. അസാധാരണമായ ഒരു വലിയ ദൈവിക ദൂതാണ് ഈ ആമേൻ യേശു ഇവരോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഇവർക്ക് ഇങ്ങനെ സംസാരിച്ചാൽ ഒന്നും മനസ്സിലായില്ല. ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. വിത്ത് വിതയ്ക്കുന്നതിനെ കുറിച്ചുള്ള ഉപമയിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് അവരോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. വിത്ത് എന്തിനെ കാണിക്കുന്നു? വിത്ത് ദൈവത്തിന്റെ വചനത്തെ കാണിക്കുന്നു. ഹല്ലേലൂയ. നിലം എന്തിനെ കാണിക്കുന്നു? നിലം സഭയാകുന്ന നമ്മളെ ഓരോരുത്തരെയും ഹൃദയത്തെ കാണിക്കുന്നു. ഹല്ലേലൂയ. മനസ്സിലാകുന്നു? ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. ആമേൻ. അപ്പോൾ ആമേൻ, വിത്തുമായി ഒരു മനുഷ്യൻ പുറപ്പെടുകയാണ്. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. ഇത് വിതയ്ക്കുകയാണ്, വാരി വിതയ്ക്കുകയാണ്. ഹല്ലേലൂയ. ഇത് വാരി വിതച്ചപ്പോൾ ഇത് വഴിയരികിൽ എന്ത് ചെയ്തു? വീണു. വഴിയരികിൽ വീണു. ആമേൻ. ഈ വഴിയരികിൽ വീണപ്പോൾ ഈ വിത്തിന്റെ മേൽ ആളുകൾ ചവിട്ടി മെതിച്ചു പോകും. ഇതിനെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ, ഇതിനെ ഏറ്റെടുക്കാൻ കഴിയാതെ, ഹല്ലേലൂയ, ഇതെന്തെന്ന് ഗ്രഹിക്കാൻ കഴിയാതെ ഇതിനെ ചവിട്ടി കടന്നു പോകും. ഹല്ലേലൂയ. പറവകൾ വന്നത് എന്ത് ചെയ്തു? കൊത്തിയെടുത്തു കൊണ്ടുപോകും. ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ, ഇത് ആമേൻ, ആ ഉപമയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ വചനം ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സംസാരിക്കുമ്പോൾ ദൂരെ നിന്ന് കേൾക്കുന്നവർ, ഹല്ലേലൂയ, വഴിയരികിൽ നിന്ന് കേൾക്കുന്നവർ, അകത്തളങ്ങളിൽ വരാത്തവർ, ഹല്ലേലൂയ, അവരിത് കേട്ടിട്ട് അവൻ ഇത് പുറങ്കാലം കൊണ്ട് തള്ളിക്കളഞ്ഞിട്ട് അവർ കടന്നു പോകുവാനിടയാകും. ഹല്ലേലൂയ. ആമേൻ. അടുത്തത് പറയുന്നു, ആമേൻ, ഹല്ലേലൂയ, അത് പാറസ്ഥലത്ത് വീണു. പാറസ്ഥലത്ത് വീണു. മണ്ണിന് നനവില്ലാത്തത് കൊണ്ട് ഇത് മുളച്ചു വന്നു. ക്ഷണത്തിൽ ആമേൻ പ്രതികൂലമാകുന്ന ചൂടടിച്ചപ്പോൾ എന്ത് ചെയ്തു? അടുത്തത് പറയുന്നു, മുള്ളിന്റെ ഇടയിൽ വീണു. ആമേൻ. മുള്ളിന്റെ ഇടയിൽ വീണതും കുരുത്തു. പക്ഷേ മുള്ളിന്റെ അരിയും അതിന്റെ കൂടെ വീണു. അതുകൂടെ എന്ത് ചെയ്തു? കുരുത്തു വന്നു. രണ്ടും ഒരുമിച്ച് വന്നപ്പോൾ മുള്ളുകൾ, കുരുത്തു വന്ന മുള്ളുകൾ ഈ നല്ല വിത്തിന്റെ ആമേൻ ഫലത്തെ എന്ത് ചെയ്തു? ആമേൻ മുളയെ ഞെരുക്കിക്കളഞ്ഞു. അതിനെ മുൻപോട്ട് വരാൻ കഴിയാതെ വണ്ണം അതിനെ ഒതുക്കിക്കളഞ്ഞു. ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. അടുത്തത് പറയുന്നു, നല്ല നിലത്ത് വീണു. ചിലത് നല്ല നിലത്ത് വീണു. നല്ല നിലത്ത് വീണത് 100 മേനി ഫലം കൊടുത്തു. രാത്രിക്കാലം ഞാൻ ദൂത് വിളിച്ചു പറയാം. ഹല്ലേലൂയ. ഒരു സഭ, ഹല്ലേലൂയ, ഒരു സഭ, പലർ കൂടി വരുന്ന, പലർ ദൈവമക്കൾ കൂടി വരുന്നതാണ് സഭ. ആ സഭയിൽ ദൈവത്തിന്റെ വചനം വാരി വിതറുമ്പോ, ദൈവത്തിന്റെ വചനം വാരി വിതറുമ്പോ യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഒരുക്കപ്പെട്ട നിലത്തിന്റെ അകത്തളങ്ങളിലാണ് വിത്ത് വിതറുന്നത്. മനസ്സിലായില്ലേ? ആമേൻ, ഹല്ലേലൂയ. കൃഷിക്കാർക്കറിയാം, വിത്ത് വിതയ്ക്കുന്നതിന് മുൻപേ നേരം ആമേൻ അത് നല്ലവണ്ണം വൃത്തിയാക്കി, ആമേൻ, ഹല്ലേലൂയ, അത് ഒരുക്കി, ആമേൻ, അതിന് വരമ്പുകളൊക്കെ വെച്ച് നല്ലവണ്ണം ഒരുക്കിയതിന് ശേഷമാണ് വിത്ത് വിതയ്ക്കുന്നത്. വിത്ത് വിതയ്ക്കുന്നത് ആമേൻ, ഹല്ലേലൂയ, നല്ല ആമേൻ നിലത്ത് വീഴുന്ന വിത്തിന്റെയും അത് മുളച്ചു വരും. അത് 100 മേനി ഫലം കൊടുക്കുവാനിടയായി.
ആമേൻ. ഇപ്പോൾ ഇവർക്കിതൊന്നും മനസ്സിലായില്ല, ഇവർക്കൊന്നും മനസ്സിലായില്ല. ആമേൻ. അവൻ യേശുവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഇതിന്റെ പൊരുളുകൾ, ഇതിന്റെ അർത്ഥം ഞങ്ങൾക്കൊന്ന് അവൻ ഗ്രഹിക്കാൻ തക്കവണ്ണം അതിന്റെ പൊരുളുകളെ ഒന്ന് തിരിച്ചു തരണമെന്ന് യേശുവിന്റെ അടുത്ത് പറയുമ്പോൾ യേശു അതിന്റെ പൊരുളുകൾ തിരിച്ചു കൊടുക്കുന്നത് അല്പം നമുക്ക് സമയം ചിന്തിച്ച് പ്രാർത്ഥിക്കാം. അതിൽ 11 വാക്യം വായിച്ചു. ഉപമയുടെ പൊരുളോ വിത്ത് ദൈവവചനം, വഴിയരികെ ഉള്ളവർ കേൾക്കുന്നവരെങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിക്കേണ്ടതിന് പിശാച് വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. ഹല്ലേലൂയ. വഴിയരികിൽ വീണ വിത്ത് എന്ന് പറയുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ വീണിട്ട് അത് പ്രയോജനപ്പെടാതിരിപ്പാൻ, ഹല്ലേലൂയ, അതൊരു മാനസാന്തരത്തിലേക്ക് അവരെ കൊണ്ടുവന്നിട്ട് അത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരാതിരിക്കേണ്ടതിന് അവൻ ശത്രു വന്ന് എന്ത് ചെയ്യും? ആമേൻ, അതിനെ എടുത്തുകൊണ്ടു പോകും. ഹല്ലേലൂയ. പ്രയോജനമില്ലാതെ ആക്കും. ഹല്ലേലൂയ. സ്തോത്രം. അടുത്തത് പാറമേലുള്ളതോ ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഒരു സഭയ്ക്കകത്തളങ്ങളിലുള്ള ആമേൻ വിഷയത്തെ കുറിച്ചാണ് ആമേൻ ഇപ്പോൾ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം ആമേൻ കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. പാറമേൽ വീണതോ കേൾക്കുമ്പോൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളും, എങ്കിലും അവർക്ക് എന്തില്ല? വേരില്ല. ഹല്ലേലൂയ. അവർക്ക് എന്തില്ല? വേരില്ല. ആമീൻ. ഹല്ലേലൂയ. പാറയെ കുറിച്ച്, പാറസ്ഥലത്ത് വീണ വിത്തിനെ കുറിച്ച് പറയുകയാണ്. സന്തോഷത്തോടെ എന്ത് ചെയ്യുന്നുണ്ട്? കേൾക്കുന്നുണ്ട്. വചനം സന്തോഷത്തോടെ കേൾക്കുന്നുണ്ട്. പക്ഷേ ആമീൻ വേരില്ലാത്തത് കൊണ്ട്, ഹല്ലേലൂയ, ഉറച്ചു നിൽക്കാൻ, ആമീൻ, ഇതിനെ വളർത്തി വലുതാക്കുവാനുള്ളതായ അടിസ്ഥാനമായ വേരില്ലാത്തത് കൊണ്ട് ഇതെന്ത് ചെയ്യുന്നു? നശിച്ചു പോകുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ആമേൻ വേരിനെ കുറിച്ച് ആമേൻ ഹല്ലേലൂയ പറയുമ്പോൾ നമുക്കറിയാം, ആമേൻ, ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ആമേൻ. ഹല്ലേലൂയ. അത് എവിടെയാണ് നട്ടിരിക്കുന്നത്? ഹല്ലേലൂയ. ആറ്റിന്റെ അരികിലാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ വേര് എങ്ങോട്ടാ പോകുന്നത്? വെള്ളമുള്ള ഭാഗത്തേക്ക്, ഈർപ്പമുള്ള ഭാഗത്തേക്ക് അത് ഓടിപ്പോകുകയാണ്. ഹല്ലേലൂയ. അത് എന്തിനാണ് ഓടിപ്പോകുന്നത്? ആമേൻ. ഓടിപ്പോകുന്നത് അതിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഓടിപ്പോകുന്നത്. ആമേൻ. ഹല്ലേലൂയ. അതിന്റെ നിലനിൽപ്പ് എന്താണ്? ആമേൻ. അതിന്റെ ഉദ്ദേശം എന്താണ്? ആമേൻ. ഹല്ലേലൂയ. ഈ ഈർപ്പമുള്ളിടത്തേക്ക് പോയി ആമേൻ ഹല്ലേലൂയ വെള്ളത്തിന്റെ അംശത്തെ വലിച്ചെടുത്ത് ആമേൻ ഹല്ലേലൂയ ഇത് വളർന്ന് ഫലം കായ്ക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഉള്ളതുകൊണ്ടാണ് ഈ ആമേൻ വേര് വെള്ളത്തിന്റെ അരികിലേക്ക് ഓടിപ്പോകുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഈ ആമേൻ ഹല്ലേലൂയ ഗൾഫിലൊക്കെ ആമേൻ ഹല്ലേലൂയ ഗൾഫില് ആമേൻ ഹല്ലേലൂയ സൗദിയിലാണോ ആമേൻ ആമേൻ ദുബായിൽ എവിടോ ആമേൻ ഒരു സ്ഥലത്ത് ഒരു മരം, ഒരു വൃക്ഷമുണ്ട്. മരുഭൂമിയിലാണ് നിൽക്കുന്നത്. മറ്റൊന്നും ആമേൻ അല്ലെങ്കിൽ ഒരു വൃക്ഷങ്ങളും ഇല്ല. ഇത് മരുഭൂമിയുടെ നടുക്കാണ് ഭാഷ നിൽക്കുന്നത്. പക്ഷേ ആമേൻ ഏകദേശം 100 പരം വർഷത്തിനും ആമേൻ അധികം ആമേൻ ഇതിന് പഴക്കമുണ്ട്. ഇത് മരുഭൂമിയിലാണ് നിൽക്കുന്നത്. പക്ഷെ ഭയങ്കര തഴപ്പാണ്, ഭയങ്കര ശിഖരങ്ങളാണ്. ആമേൻ അല്ലെങ്കിൽ മരുഭൂമിയാണ്. ഒരു സകലം പോലും ആമേൻ തണലില്ല, മറ്റുള്ള വൃക്ഷങ്ങളില്ല. ഈ വൃക്ഷം മാത്രമേ ഉള്ളൂ മരുഭൂമിയിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ ഇത് ഭയങ്കര ആമേൻ വളർച്ചയിൽ, ആമേൻ ഇലമ്പലോടെ വളർച്ചയിൽ നിൽക്കുക. ആമേൻ തഴച്ചു നിൽക്കുന്ന ഒരു മരം. ഒത്തിരി ആളുകൾ അത് കാണാനൊക്കെ പോകുന്ന ഒരു സ്ഥലം, ടൂറിസ്റ്റ് കേന്ദ്രം. ഹല്ലേലൂയ. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ വേര് ആമേൻ കിലോമീറ്ററുകൾ ദൂരെ പോകും. എവിടെ വെള്ളത്തിന്റെ അംശമുണ്ടോ അവിടേക്ക് ഇതിന്റെ വേര് ഓടിപ്പോയി ആമേൻ അവിടെ നിന്ന് എന്ത് ചെയ്യും? വെള്ളത്തിന്റെ അംശത്തെ, ഈർപ്പത്തെ വലിച്ചെടുത്തുകൊണ്ട് ഇത് തഴച്ചു നിൽക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ ദൈവത്തിന്റെ വചനം കേൾക്കുന്നുണ്ട്. സഭയോടുള്ള ദൂത
ഹല്ലേലൂയ. സഭ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ ഓരോരുത്തരുമാണ്. ഓരോരുത്തരും ആമേനാണ് സഭ. നമ്മൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ ഒരു വലിയ സഭയുടെ കൂട്ടായ്മയായി മാറും. ആമേൻ. ഈ കൂട്ടായ്മയിലാണ് ഈ ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. ജനത്തോട് സംസാരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. കേൾക്കുന്നുണ്ട്, വലിയ സന്തോഷമുണ്ട്, വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ വേരില്ലാത്തത് കൊണ്ട് ആമേൻ ക്ഷണത്തിൽ കേൾക്കും. ആമേൻ. ഹല്ലേലൂയ. ചില പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, ചില ആമേൻ ഹല്ലേലൂയ ചൂടിന്റെ അവസ്ഥകൾ കടന്നു വരുമ്പോൾ, ആമേൻ ഹല്ലേലൂയ ഇതെന്ത് ചെയ്യും? ഉണങ്ങിപ്പോകും. ആമേൻ. നിഷ്ഫലമായി പോകും. കേട്ടത് ഒരു പ്രയോജനമില്ലാതെ ഹല്ലേലൂയ. അവൻ ആ ഒരു കൂട്ടത്തിന്റെ ഹൃദയത്തെ നന്നായി യേശു മനസ്സിലാക്കിയിട്ട് ഈ ദൂത് വിളിച്ചു പറയുന്നത്. ചുമ്മാതെ വിളിച്ചു പറയുന്ന ദൂതല്ല. അവിടെ കൂടി വന്ന ദൈവജനത്തിന്റെ കർത്താവിനോട് കൂടെ നിൽക്കുന്ന ജനത്തിന്റെ ഹൃദയത്തെ നന്നായി കണ്ടിട്ട് യേശു പറയുന്നു, ആമേൻ എന്റെ വചനം ഇപ്പോൾ കേൾക്കുന്നത്, ആമേൻ ഹല്ലേലൂയ, നിങ്ങൾ ആമേൻ ഹൃദയം ആമേൻ ഹല്ലേലൂയ ഒരു പാറ പോലെ ഹല്ലേലൂയ വേരില്ലാത്തതുപോലെ ഒരു അനുഭവം. ആമേൻ. വളരെ സന്തോഷത്തോടെയാണ് കേൾക്കുന്നത്. പക്ഷേ കേട്ടു അല്പം സമയം കഴിയുമ്പോൾ ആമേൻ ഹല്ലേലൂയ വേരില്ലാത്തത് കൊണ്ട് ഇത് ഉണങ്ങിപ്പോകുന്ന ഒരു വൃക്ഷം പോലെ നിങ്ങളുടെ അകത്തളങ്ങളിൽ ഈ വചനം എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെട്ടു പോകുന്നു, പ്രയോജനമില്ലാതെയായി പോകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. അടുത്തത് മുള്ളിനടിയിൽ വീണതോ കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാര ഭോഗങ്ങളാലും ഞെരുങ്ങി. ഹല്ലേലൂയ. അടുത്തത് പറയുന്നു, മുള്ളിനിടയിൽ വീണ വിത്തിനെ കുറിച്ച് വിവരിച്ചു കൊടുക്കുകയാ. ഹല്ലേലൂയ. മുള്ളിനിടയിൽ വീണ വിത്തോ ചിന്തകളാലും. ആമേൻ. ഹല്ലേലൂയ. എന്താണ് ഈ മുള്ളിനിടയിൽ വീണത്? ഞെരുക്കിക്കളയുന്നു എന്ന് ആദ്യമേ നമ്മൾ വായിച്ചു കേട്ടല്ലോ. ആമേൻ. മുള്ളിനിടയിൽ കുരുത്തു വന്നത്, മുള്ളു വളർന്നപ്പോൾ ഇതിനെ ഞെരുക്കിക്കളഞ്ഞു. ആമേൻ. അതിന്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ മർമ്മം ആമേൻ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് യേശു. ഹല്ലേലൂയ. ആമേൻ. മുള്ളിനിടയിൽ വീണ വിത്ത് ആമേൻ ഹല്ലേലൂയ ആമേൻ എന്താണ്? ചിന്തകളാൽ. നമ്മൾ വചനം കേൾക്കും. ആമേൻ. വചനം കേട്ട് നമ്മൾ അതിനകത്തളങ്ങളെ കൈയടിക്കും, ഗ്ലോറി പറയും, ഹല്ലേലൂയ പറയും, ആമേൻ ചാടി എഴുന്നേൽക്കും, ആമേൻ ഇതൊക്കെ ചെയ്യും. ആമേൻ ഹല്ലേലൂയ. ആ വചനത്തെ കുറിച്ച് ഇവിടെ യേശു വെളിപ്പെടുത്തുകയാണ്. മുള്ളിനിടയിൽ വീണ വിത്തോ ഹല്ലേലൂയ. ഇത് കേട്ടിട്ട് നമ്മൾ ആ കേൾക്കുന്ന സമയത്ത് വലിയ സന്തോഷമാണ്, വലിയ സന്തോഷമാണ്, വലിയ ആർപ്പാണ്. പക്ഷേ ഹല്ലേലൂയ അല്പസമയം കഴിയുമ്പോൾ ശത്രു ചില ചിന്താമണ്ഡലങ്ങൾ ഹൃദയത്തിന്റെ അകത്തളങ്ങി കൊണ്ടിട്ടിട്ട് ജീസസ് ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നിന്റെ അനുഗ്രഹത്തിന് വേണ്ടി, നിന്റെ നന്മയ്ക്ക് വേണ്ടി, നിന്റെ വിടുതലിന് വേണ്ടി, അവൻ നിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി അകത്തളങ്ങളിൽ വീണ വിത്ത് അവൻ ജീവനും ചൈതന്യവും തന്ന് അവൻ നിന്നെ എഴുന്നേൽപ്പിച്ചു നിർത്തുന്ന, നിന്നെ ശക്തരാക്കി മാറ്റുന്ന ആത്മാവിന്റെ വിത്ത്, വചനത്തിന്റെ വിത്ത്, അവൻ ജീവന്റെ വിത്ത് അകത്തളങ്ങളിൽ വീണ് അവൻ നീ അവൻ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെടാതിരിപ്പാൻ, നീ ശക്തിപ്പെടാതിരിപ്പാൻ, നീ ബലപ്പെടാതിരിപ്പാൻ, ആമേൻ അന്ധകാര ശക്തി അവൻ ദൂരെ നിന്നുകൊണ്ട് നിന്നെ നന്നായി ശ്രദ്ധിച്ചിട്ട് അവൻ ഹല്ലേലൂയ അവൻ അടുക്ക വന്നിട്ട് അവൻ എന്താ ചെയ്യുന്നത്? ചിന്തകൾ കൊണ്ടുവരും. നമ്മൾ വിചാരിക്കും ആമേൻ അന്ധകാര ശക്തി വന്ന് ആമേൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് നമ്മൾ വിചാരിക്കുന്നത് എന്താ? ആമേൻ 4 കൊമ്പുമൊക്കെ വെച്ച് ആമേൻ നമ്മൾ കണ്ടാൽ ഭയപ്പെടുന്ന രീതിയിൽ ആമേൻ നമ്മുടെ ജീവിതത്തിൽ വന്ന് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ആമേൻ അകത്തളങ്ങളിൽ കർത്താവ് തന്നിരിക്കുന്ന വചനത്തെ ആമേൻ തകർത്ത് കളയുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ആമേൻ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ എന്തുകൊണ്ടാണ് നമ്മളെ ആമേൻ ജീവിതത്തിൽ ആമേൻ വചനത്തെ എടുത്തു കളയുന്നത്? ഹല്ലേലൂയ ചിന്തകൾ, ചിന്താഭോഗങ്ങൾ കൊണ്ടുവന്നിട്ട് ഹല്ലേലൂയ ആമേൻ ചിന്തിച്ച് ആമേൻ ഹല്ലേലൂയ അകത്തളങ്ങളിലെ വചനത്തിന്റെ ശക്തിയെ കെടുത്തിക്കളയും. ഹല്ലേലൂയ ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നു ആമേൻ ഹല്ലേലൂയ എന്റെ വചനം ആമേൻ അത് പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. ഹല്ലേലൂയ ആമേൻ. എന്റെ വചനം ആമേൻ ഹല്ലേലൂയ പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. നിന്റെ ജീവിത
ജീവിതത്തിൽ ആമേൻ നിന്നോട് മുന്നിൽ നിൽക്കുന്ന ആമേൻ ചില പാറ പോലുള്ള പ്രശ്നങ്ങളെ തകർത്തു കളയുന്നതാണ് എന്റെ വചനമെന്ന് ദൈവത്തിന്റെ ആമേൻ വചനം വിളിച്ചു പറയുമ്പോൾ, ദൈവത്തിന്റെ ആമേൻ ദൂത് വിളിച്ചു പറയുമ്പോൾ, ഈ വചനം അകത്തളങ്ങളിൽ ക്രിയ ചെയ്താൽ, ഈ വചനം അകത്തളങ്ങളിൽ ക്രിയ ചെയ്താൽ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ശത്രുവിന്റെ തന്ത്രങ്ങൾ തകർന്നു പോകും, അവന്റെ ആധിപത്യങ്ങൾ തകർന്നു പോകും. അതുകൊണ്ട് അവൻ സാത്താന്റെ അവൻ ഒരു തന്ത്രപരമായ അവൻ ഉപയോഗമാണ് ജീവിതത്തിൽ ചിന്തകളെ കൊണ്ടുവന്നിട്ട് നടക്കൂ, നടക്കത്തില്ലയോ, ആമേൻ രക്ഷപ്പെടുവോ, രക്ഷപ്പെടത്തില്ലയോ? ഹല്ലേലൂയ. ആ ദേവദാസൻ പറഞ്ഞ കാര്യം നടക്കുമോ, നടക്കത്തില്ലയോ? ആമേൻ ഹല്ലേലൂയ. പുറത്തേക്ക് നോക്കുമ്പോൾ ആമേൻ ഒത്തിരി പേർ നശിച്ചു പോകുന്നതായിട്ട് കാണുന്നു, ഒത്തിരി പേർ പ്രാർത്ഥനയിൽ ആമേൻ വീണ് പോയതായിട്ട് കാണുന്നു. ആമേൻ ഹല്ലേലൂയ. ഇതൊക്കെ നമ്മളെ നോക്കി ഏൽപ്പിച്ചിട്ട് ആമേൻ സാത്താൻ പറയും നടക്കത്തില്ല, നടക്കത്തില്ല, ചുമ്മാതാണ്, നടക്കത്തില്ല, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അവൻ നോക്ക, നിന്നോട് കൂടെ ഇറങ്ങി തിരിച്ചവരല്ലയോ, നിന്നോട് കൂടെ ഇറങ്ങി തിരിച്ചവരല്ലയോ, അവരുടെ അവസ്ഥ കണ്ടോ, അവരൊക്കെ വീണുപോയത് കണ്ടോ? ഒന്നും നടക്കത്തില്ല, ഒന്നും നടക്കത്തില്ല. ഒരിക്കലും നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ആമേൻ ഉണ്ടാകത്തില്ല, ഒരിക്കലും നീ ഒരു നന്മയിലേക്ക് കാൽ വെക്കത്തില്ല, ഒരിക്കലും നിന്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച കാണാൻ സാധിക്കത്തില്ലെന്ന് ആമേൻ ഹല്ലേലൂയ ചിന്തകൾ കൊണ്ടുവന്നിട്ട് ഹല്ലേലൂയ ഹൃദയത്തിൽ വീണ വിത്തിനെ ഞെരുക്കി കളയുവാനിടയായി. അടുത്തത് ഹല്ലേലൂയ കണ്ടോ, അടുത്തത് പറയുന്നു സംസാരം. ആമേൻ. നമ്മൾ ഇരിക്കുന്ന കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതുകൾ ആമേൻ അങ്ങനെ ദൈവത്തിന്റെ അഭിഷേക്തന്മാർ കൈമാറുമ്പോൾ, ദൈവം കൊടുക്കുന്നത് കൈമാറുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വലിയ സന്തോഷമാണ്, വലിയ ഭയമാണ്, ഭയങ്കര ഭയമാണ്, അല്ലെങ്കിൽ പക്ഷേ ആമേൻ അവിടം വിട്ടു പോകുമ്പോൾ ശത്രു ആമേൻ നമ്മുടെ ഇടയിലേക്ക്, നമ്മുടെ അകത്തളങ്ങളിലേക്ക് ആമേൻ ഹല്ലേലൂയ ആമേൻ എന്താ കൊണ്ടുവരുന്നതെന്ന് അറിയാമോ? ആമേൻ ചിന്തകൾ കൊണ്ടുവന്നിട്ട് അടുത്തത് ആമേൻ ആമേൻ ദ്രവ്യാഗ്രഹം, ആമേൻ ഹല്ലേലൂയ ധനത്തിന്റെ മോഹം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് വന്ന ആത്മീയ മേഖലയെ പോയി, ആത്മീയ മേഖലയെ പോയി. ഹല്ലേലൂയ നമ്മൾ തോറ്റുപോയി. ഹല്ലേലൂയ എന്താണ് അവന്റെ തന്ത്രം? ആമേൻ ധനമോഹം കൊണ്ടുവരും, ധനമോഹം, ധനമോഹം. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. അപ്പുറത്തെ വീട്ടിൽ ഹല്ലേലൂയ ആമേൻ പാർക്കുന്ന ചിലപ്പോൾ ആമേൻ ജാതികനായ ഒരു മനുഷ്യനായിരിക്കും. അവൻ നല്ലൊരു ആമേൻ വസ്ത്രം എടുത്തു കഴിയുമ്പോൾ ആമേൻ നമ്മുടെ വിചാരം എന്താണ്? ഹല്ലേലൂയ എനിക്കത് സാധിക്കുന്നില്ലല്ലോ, ആമേൻ എനിക്കും അങ്ങനെയൊന്ന് ആമേൻ ഹല്ലേലൂയ ഇട്ടാൽ കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ എനിക്കും അങ്ങനെയൊന്ന് വാങ്ങിച്ചാൽ കൊള്ളാമായിരുന്നു, അങ്ങനെ ഒരു വീട് എനിക്കും പണിതാ കൊള്ളാമായിരുന്നു, അങ്ങനെ ഒരു വാഹനം എനിക്കും വാങ്ങിച്ചാൽ കൊള്ളാമായിരുന്നു. ധനമോഹം ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ കൊണ്ടുവന്നിട്ട് ആമേൻ ഹല്ലേലൂയ ആമേൻ വിതച്ച വിത്തിനെ ഹല്ലേലൂയ ആമേൻ വിതച്ച വിത്തിനെ എന്ത് ചെയ്തു? അടുത്തത് ഹല്ലേലൂയ ഹല്ലേലൂയ അടുത്തത് പറയുന്നു സംസാരഭോഗം. മനസ്സിലാകുന്നില്ല, മനസ്സിലാകുന്നില്ല. ഹല്ലേലൂയ നന്ദിയോട് സ്തോത്രം. ആമേൻ അനുഗ്രഹത്തിന്റെ ആമേൻ ദൂതുകൾ പറഞ്ഞാൽ ഇവിടെ ഇന്ന് രാത്രികാലം കൈയടിച്ച ആളുകൾ കൈ പൊട്ടിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെ ദിവാസം ആമീൻ ബന്ധനത്തിന്റെ ദൂത് പറഞ്ഞാൽ അല്ലെങ്കിൽ കാരണം എന്താ? ആമീൻ ബന്ധനം എന്ന് പറയുന്നത് ദൈവത്തെക്കായി ഭയം ആരെയാ? മനുഷ്യന്, ശത്രുവിനെയാ, സാത്താനെയാ. അതുകൊണ്ട് ബന്ധനത്തിന്റെ കാര്യം പറയുമ്പോൾ ജനം ഇളകും, ജനം ഇളകും. ആമേൻ ഹല്ലേലൂയ ആമേൻ. ബന്ധനത്തിന്റെ കാര്യവും അനുഗ്രഹത്തിന്റെ കാര്യവും പറഞ്ഞാൽ എന്ത് ചെയ്യും? സഭ ഉണരും. ആമേൻ ഹല്ലേലൂയ ആമേൻ. യഥാർത്ഥമായ ദൈവവചനം കൈമാറുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യും, ഹൃദയത്തെ കുത്തും. ആമേൻ ഹല്ലേലൂയ. അത് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മളെ വൃദ്ധണിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ നന്ദിയോട് സ്തോത്രം. ഇന്ന് രാത്രികാലം പറയട്ടെ ഹല്ലേലൂയ നല്ല ആമേൻ ഹല്ലേലൂയ വിത്തിനെ കുറിച്ച് ആമേൻ ഉപമയോട് സംസാരിക്കുമ്പോൾ ആമേൻ പാറസ്ഥലത്ത് മുള്ളിനിടയിലും വീണതിനെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് ആമേൻ കർത്താവിൽ ആമേൻ ഹല്ലേലൂയ കൂടെ സംസാരിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ ചിന്താ ആമേൻ ഭാരങ്ങൾ അല്ലെങ്കിൽ ധനമോഹങ്ങൾ. അടുത്തത് പറയുന്നു സംസാരഭോഗം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച കൊണ്ടുവരാത്തവർ അവൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ
അവൻ നമ്മളെല്ലാം കേൾക്കും, നമ്മളെല്ലാം അംഗീകരിക്കും. പക്ഷേ അവൻ ഇച്ചിരി കഴിയുമ്പോൾ നമ്മുടെ സംസാരത്തിൽ നിന്ന് ദൈവത്തിന് ഹിതമല്ലാത്തത് ശത്രു നമ്മളെ അകത്തളങ്ങളിൽ നിന്ന് കൊണ്ടുവരും. വിത്ത് വിതച്ചു, എല്ലാവരുടെയും ഹൃദയത്തിൽ എന്ത് ചെയ്തു? വീണു. വിത്ത് നല്ല നിലമൊരുക്കി വിത്ത് വിതച്ചവൻ വിതച്ചു, വിത്ത് വീണു, എല്ലായിടവും വിത്ത് വീണു. പക്ഷേ എല്ലാ വിത്തും എല്ലായിടവും വീണത് എന്ത് ചെയ്തില്ല? നല്ല ഫലത്തിലേക്ക് വന്നില്ല. നല്ല ഫലത്തിലേക്ക് വന്നില്ല, നല്ല ഫലത്തിലേക്ക് വന്നില്ല. അവൻ പാറസ്ഥലത്ത് വീണപ്പോൾ അതിന് വേരില്ലായിരുന്നു. അവൻ ഹല്ലേലൂയ മുള്ളിനിടയിൽ വീണതിന് ഹല്ലേലൂയ നന്ദിയോട് സ്തോത്രം ചിന്താഭാരങ്ങൾ കൊണ്ടുവന്നു. ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ നന്ദിയോട് രക്തത്താൽ ജയമെടുക്കുകയാണ്. അവൻ ഹല്ലേലൂയ ധനമോഹങ്ങൾ കൊണ്ടുവന്നു, അവൻ സംസാര ഭോഗങ്ങൾ കൊണ്ടുവന്നു. ആത്മീയമായി നമ്മൾ കയറി വരാത്ത കാര്യമില്ല. നമുക്ക് ആഗ്രഹമുണ്ട്, നമ്മുടെ കുറ്റമല്ല, നമുക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് ആത്മീയമായി നല്ല ലെവലിൽ കയറി വരണമെന്നോ, നല്ല ആക്റ്റീവായിട്ട് കയറി വരണമെന്നൊക്കെ നമുക്ക് അല്ലെങ്കിൽ വലിയ ആഗ്രഹമാണ്. പക്ഷേ ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നല്ല സന്തോഷത്താണ് ഇരിക്കുന്നത്, ഏറ്റെടുത്ത് നല്ല സന്തോഷത്തോടെ ഇരിക്കും. പക്ഷേ ഇവിടം വിട്ട് മടങ്ങി പോകുമ്പോൾ ജീവിതത്തിന്റെ അവസ്ഥമാണ്. ഇന്ന് രാത്രികാലം അതിന്റെ ഹല്ലേലൂയ പൊരുളൊന്ന് തിരിച്ച് മനസ്സിലായാൽ എന്തുകൊണ്ടാണ് കർത്താവേ ഇത് എന്റെ ജീവിതത്തിൽ പരിണമിച്ചു വരാത്തത്? ഈ വിത്ത് എന്റെ ജീവിതത്തിൽ വീണിട്ട് എന്താണ് ഇത് ഫലത്തിലേക്ക് വരാത്തത്? എന്താണ് ഒരു തടപ്പിലേക്ക് വരാത്തത്? എന്താണ് ഒരു അനുഗ്രഹത്തിലേക്ക് വരാത്തത്? എന്താണ് ഒരു മാറ്റത്തിലേക്ക് വരാത്തത്? ഇന്ന് രാത്രികാലം ഒന്ന് ചിന്തിക്ക്. ആ ചിന്തയിലേക്ക് നമ്മളൊന്ന് വരട്ടെ, ചില ക്രമീകരണങ്ങളിലേക്ക് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നാളുകളായി നമ്മൾ പ്രാർത്ഥിക്കുന്നവരല്ലേ, നാളുകളായി നമ്മൾ ഹല്ലേലൂയ ബെന്തക്കോസ് കൂട്ടായ്മയിൽ ഹല്ലേലൂയ കൂടുന്നവരല്ലേ. എന്താണ് നമ്മുടെ ജീവിതത്തിൽ കൃപാവരങ്ങളില്ലാത്തത്? എന്താണ് നമ്മുടെ ജീവിതത്തിൽ ദൈവിക നിയോഗങ്ങൾ പ്രാപിക്കാൻ കഴിയാത്തത്? ഇന്ന് പകൽക്കാലം തിരിച്ചറിയുക. ഹല്ലേലൂയ ചില ദുഷ്ട ശക്തികൾ പുറത്തു നിൽപ്പുണ്ട്. അവന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കുക, അവന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കുക. ഇന്ന് രാത്രികാലം അത് മനസ്സിലാക്കി നീ ഒന്ന് കയറി വരാൻ തയ്യാറായ ദൈവസന്നിധി നമ്മൾ ദൈവവചനം കേൾക്കുന്നു, ദൈവസന്നിധിയിൽ ഇരുന്നു അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകുമ്പോ ചിന്താഭാരങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്തങ്ങളിൽ കൊണ്ടുവരുമ്പോ ഇന്ന് രാത്രികാലം നീ പറ അന്ധകാര ശക്തിയെ ഈ ചിന്ത നീ എന്റെ ഹൃദയത്തിനകത്തങ്ങളിൽ കൊണ്ടുവരുന്നത്, ഈ ചിന്താഭാരം എന്റെ ഹൃദയത്തിനകത്തങ്ങളിൽ കൊണ്ടുവരുന്നത് എന്റെ അകത്തളങ്ങളിൽ വീണ വിത്തിനെ നീ ഞെരുക്കി കളയാനാണ്, അതിനെ ഫലമില്ലാതാക്കി കളയാനാണ്. ഇന്ന് രാത്രികാലം അതിനെ ശാസിക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കേട്ടിട്ട് ഹല്ലേലൂയ പുറത്തോട്ടിറങ്ങുമ്പോൾ ഹല്ലേലൂയ നദിയോട് സ്തോത്രം. നന്മയുടെ ചിന്താമണ്ഡലങ്ങൾ നിന്റെ ഹൃദയത്തിനകത്തളങ്ങളിൽ സാത്താൻ കൊണ്ടുവരുന്നെങ്കിൽ നിന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം എങ്ങനെയാകും? നിന്റെ വീടിന്റെ പണി എങ്ങനെയാകും? ഹല്ലേലൂയ നീ ആഗ്രഹിക്കുന്ന ചില മേഖലകൾ നടക്കുമോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന ചിന്താഭാരങ്ങൾ ധനത്തിന്റെ ചിന്തകൾ ഹൃദയത്തിനകത്തളങ്ങളിൽ കൊണ്ടുവരുമ്പോൾ ഇന്ന് രാത്രികാലം അകത്തളങ്ങളിൽ ആത്മാവിന്റെ വിത്ത് വീണവർ, ഇന്ന് രാത്രികാലം വചനത്തിന്റെ വിത്ത് വീണവർ, ഇന്ന് രാത്രികാലം വിളിച്ചു പറ ഈ വചനം എന്നെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഈ വചനം എന്നെ നന്മയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഈ വചനം എന്റെ തലമുറകളെ അനുഗ്രഹിക്കുന്നതാണ്. ഈ വചനം എന്റെ ജീവിതത്തിൽ നന്മകളെ കൊണ്ടുവരുന്ന വചനമാണ്. ദുഷ്ടശക്തിയെ നീ കൊണ്ടുവരുന്ന ചിന്താ മണ്ഡലങ്ങളെ ഇന്ന് രാത്രികാലം ഞാൻ ആത്മാവിൽ ശാസിക്കുകയാണ്. ജീവൻ അധികാരികളുടെ നാമത്തിൽ ഇന്ന് രാത്രികാലം ആത്മാവിലൊന്ന് കയറ്. നദിയോട് സ്തോത്രം. ജീവന്റെ നായകനായ ക്രിസ്തു പറയുന്നു നീ എന്റെ രാജ്യവും നീതിയും അന്വേഷിക്ക. അതോട് കൂടെ സകലം നിനക്ക് ഞാൻ നൽകി തരാമെന്ന് ഇന്ന് രാത്രിക്കാലം വിളിച്ചു പറയുന്നു. ശത്രുവിന്റെ ധനഭാരങ്ങൾ കൊണ്ടുവന്ന് ചിന്ത
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അടുത്ത് പറയുന്നു സംസാര ഭോഗം. ആമേൻ ഹല്ലേലൂയ. ആമേൻ. നമ്മൾ പ്രാപിച്ച് അഭിഷേകം നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോകാൻ ഒറ്റ വാക്ക് മതി. നമ്മൾ വിചാരിക്കും ആമേൻ അല്ലെങ്കിൽ കർത്താവ് തന്നതൊന്നും ആമേൻ കൈവിട്ടു പോകത്തില്ല, ചോർന്നു പോകും. പക്ഷേ സാത്താന് നന്നായിട്ടറിയാം. സാത്താന് നന്നായിട്ടറിയാം. ആമേൻ. അതുകൊണ്ട് അവൻ കൊണ്ടുവരുന്ന തന്ത്രമാണ് സംസാര ഭോഗം. ചിലപ്പോ നമ്മൾ കളിവാക്കായിരിക്കും പറയുന്നത്. ഒരു വാക്കിൽ നമ്മുടെ അകത്തളങ്ങളിൽ വീണ വിത്തിനെ എന്ത് ചെയ്യും? അവന് ദൂരെ അതിനെ ചവിട്ടിക്കളയും, അതിനെ ഞെരുക്കിക്കളയും, അതിന് വളരുവാൻ കഴിയാതെ വേണം അതിനെ ഒതുക്കിക്കളയും. ഹല്ലേലൂയ. രാത്രിക്കാലം മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. സംസാര ഭോഗം. ആമേൻ ഹല്ലേലൂയ. ഇന്ന് രാത്രിക്കാലം ഇതിനകത്തളങ്ങളിൽ ഇരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം, എല്ലാവരും ആമേൻ ഓർത്തിരുന്നോണം. ഹല്ലേലൂയ. സംസാര ഭോഗങ്ങൾ കൊണ്ടുവന്നിട്ട് അവൻ നമ്മുടെ അകത്തളങ്ങളിലെ ആമേൻ ഹല്ലേലൂയ ദൈവിക വചനമെന്ന ആമേൻ ഹല്ലേലൂയ ആ സാന്നിധ്യത്തെ അവൻ ചുറ്റുകയെ തകർത്ത് കളയാൻ അവൻ സംസാര ഭോഗങ്ങൾ കൊണ്ടുവന്ന് അവൻ നമ്മളെ സീറയാക്കി കളയാൻ അവൻ തന്ത്രം ഉപയോഗിക്കുന്ന ദുഷ്ടനെ ഇന്ന് രാത്രികാലം നിങ്ങൾ ആത്മാവിശ്വാസിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളോടായിരിക്കാം, അത് നമ്മുടെ ഭവനത്തിന്റെ അകത്തളങ്ങളിലെ പ്രിയപ്പെട്ടവരോടായിരിക്കാം, അല്ലെങ്കിൽ അന്യരോടായിരിക്കത്തില്ല, നമ്മുടെ ഭവനത്തിന്റെ അകത്തളങ്ങളിലായിരിക്കാം. അവൻ നമ്മുടെ സംസാരത്തിൽ വരുന്ന ചില അല്ലെങ്കിൽ അബദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലെ കൃപാവരങ്ങളെ നഷ്ടപ്പെടുത്തി കളയും, അഭിഷേകത്തെ നഷ്ടപ്പെടുത്തി കളയും. രാത്രിക്കാലം നിങ്ങളത് വ്യക്തമായി അല്ലെങ്കിൽ ഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. സംസാര ഭോഗം. നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നത്. അപ്പോൾ യേശു പറയുന്ന ഉപമ നിങ്ങൾക്ക് മനസ്സിലായ ഒരു വലിയ കൂട്ടത്തോടാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്തളങ്ങളിൽ ഇരിക്കുന്നവർ എല്ലാവരും ഇത് ഗ്രഹിക്കുന്നില്ല, ഈ സാന്നിധ്യത്തിലേക്ക് കയറി വരുന്നില്ല എന്ന് യേശുവിന് നന്നായിട്ട് ഹൃദയത്തെ നന്നായിട്ട് അറിയുന്ന യേശു പറയുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഹല്ലേലൂയ വഴിയരികെ വീണു, ഹല്ലേലൂയ മുള്ളിനിടയിൽ വീണു, പാറസ്ഥലത്ത് വീണു. ഇരിക്കുന്ന ആ കൂട്ടത്തിനകത്തളങ്ങളിലെ ഹൃദയത്തിന്റെ അന്തരീക്ഷത്തെ നന്നായി യേശു മനസ്സിലാക്കി. എല്ലാവരും വന്നിരിക്കുകയാ, പക്ഷേ എല്ലാവരും വന്നിരുന്നിട്ട് എന്ത് ചെയ്തു? കടന്നു പോകുന്നു. പക്ഷേ പ്രയോജനമുള്ളത് ആർക്കും പ്രയോജനപ്പെട്ടില്ല. ആമേൻ. ഹല്ലേലൂയ. വിത്താണ് വീഴുന്നത്, വിത്താണ് വിതയ്ക്കുന്നത്. ഹല്ലേലൂയ. ഈ വിത്ത് ഒരു വിത്ത് മതി അമ്മാമേ, ഒരു വിത്ത് മതി. ഹല്ലേലൂയ. ഒരു വിത്ത് നിലത്ത് വീഴുമ്പോൾ ആ ഒറ്റ വിത്തിൽ നിന്ന് ആമേൻ ഒരു വലിയ കൂട്ടം അതിനകത്തുള്ള പുറപ്പെട്ടു വരും. ഒരെണ്ണേ വീഴുന്നുള്ളായിരിക്കാം, പക്ഷേ കാലങ്ങൾ കഴിയുമ്പോൾ, ദിനങ്ങൾ കഴിയുമ്പോൾ ഹല്ലേലൂയ ഈ വിത്തിൽ നിന്ന് ഒരു വലിയ കൂട്ടം ഹല്ലേലൂയ ഒരു വലിയ കൂട്ടം ഹല്ലേലൂയ പുറപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ശത്രു നന്നായി മുന്നമേ ഗ്രഹിച്ചിട്ടാണ് ഹല്ലേലൂയ ഹൃദയങ്ങളെ ഞെരുക്കിക്കളയുന്നത്, ഹൃദയങ്ങളെ പാറ പോലെ ഹൃദയത്തെ വഴി പോലെ ആക്കിക്കളയുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രിക്കാലം തിരിച്ചറിയണം ഹല്ലേലൂയ ഇത് ജീവനും ചൈതന്യവും തരുന്ന വചനമാണ്. ഈ വചനം ഹല്ലേലൂയ നമ്മെ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞതുപോലെ നിത്യത വരെ കൊണ്ടെത്തിക്കുന്നതാണ്. ഹല്ലേലൂയ. ഈ വചനം ആമേൻ ഹല്ലേലൂയ നന്മയും കരുണയും കൊണ്ടുവരുന്നതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നു നല്ല നിലത്ത് വീണത്. ഹല്ലേലൂയ. അപ്പോൾ ഇതെല്ലാവരുടെയും മനസ്സിലായോ? ഇതെല്ലാവരുടെയും ഹൃദയത്തിൽ വീണത് ഫലമായില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് നല്ല നിലത്ത് വീണത്. നല്ല നിലത്ത് വീണത്, ഒരുങ്ങി വന്നത്, ഒരുക്കപ്പെട്ടു വന്നത്.
ആമേൻ സകലതും ആമേൻ ഹല്ലേലൂയ സകലതും എടുത്തു കളഞ്ഞു വൃത്തിയാക്കി വന്നത്. നിലം ആമേൻ ഹല്ലേലൂയ വിതയ്ക്കുമ്പോൾ വിതയ്ക്കുന്ന മനുഷ്യന് അറിയാം, അവർക്കറിയാം, കൃഷിക്കാർക്കറിയാം. അത് ഒരുക്കുമ്പോൾ അതിനകത്തളങ്ങളിൽ പോച്ച ആമേൻ മറ്റുള്ളതായിരിക്കുന്ന വസ്തുക്കളെല്ലാം എന്ത് ചെയ്യും? നുള്ളിപ്പറക്കി കളയും. എല്ലാം കളഞ്ഞ് ക്ലീൻ ആക്കിയിടും. ഈ ക്ലീൻ ആക്കി ഇടുന്നതിനകത്തോട്ടാണ് വിത്ത് വിതയ്ക്കുന്നത്. ഈ വിത്താണ് നല്ല നിലമായി ഒരുക്കിയിട്ടകത്തളങ്ങളിലേക്ക് വീഴുന്ന വിത്താണ് മുളയ്ക്കുന്നത്. ഇത് മുളയ്ക്കുമ്പോൾ അവിടെ വായിക്കുന്നു നല്ല നിലത്തു വീണ വിത്ത്, നല്ല നിലത്തു വീണ വിത്ത്, നല്ല നിലത്തു വീണ വിത്ത്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയാം, ആമേൻ ഹല്ലേലൂയ. ഞായറാഴ്ച ഒരു ദിവസത്തെ കൂട്ടായ്മ മാത്രം ആഗ്രഹിച്ചു കടന്നു പോകുന്നവരുടെ ആമേൻ ജീവിതത്തെ കുറിച്ചല്ല ഈ ആമേൻ ഹല്ലേലൂയ ദൂത് വിളിച്ചു പറയുന്നത്. ഏതു സമയവും ദൈവസന്നിധിയിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന, ഏതു സമയവും ദൈവസന്നിധിയിൽ ആമേൻ ഹല്ലേലൂയ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു ഹൃദയവുമായിരിക്കുന്ന, അവന്റെ ശബ്ദം കേൾക്കാൻ കൊതിച്ചിരിക്കുന്ന, ഹല്ലേലൂയ അവന്റെ നിയോഗങ്ങൾ ഏറ്റെടുക്കാൻ കൊതിച്ചിരിക്കുന്ന, അവൻ ഒരു പ്രാർത്ഥനയെന്ന് കേൾക്കുമ്പോൾ ഹൃദയം ആമേൻ ഹല്ലേലൂയ തുടിക്കുന്ന, ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ മക്കളെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നല്ല നിലം. അങ്ങനെയുള്ളവരാണ് നല്ല നിലം. ഈ നല്ല നിലത്ത് വീഴുന്ന വിത്ത് അത് 30 ഹല്ലേലൂയ ഹല്ലേലൂയ അത് താഴോട്ടല്ല പോകുന്നത്. ആമേൻ ഹല്ലേലൂയ. കണ്ടോ അവിടുത്തെ വാക്യം എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ആ വാക്യം എഴുതുന്നത് ശ്രദ്ധിക്കുക. ഹല്ലേലൂയ അതിന്റെ ആമേൻ ആഴമൊന്ന് മനസ്സിലാക്കുക. ആമേൻ ഒരുക്കപ്പെട്ട നല്ല നിലത്ത് വീണ വിത്ത് അത് വളരുമ്പോൾ അതിന്റെ ഫലം, അത് ഫലം കൊടുക്കുന്നത് അവൻ താഴോട്ട് പോകുകയല്ല. അതിന്റെ ഫലം 30 ഹല്ലേലൂയ 30 60 ഹല്ലേലൂയ. അവൻ ഇന്ന് അവൻ ഹല്ലേലൂയ നീ വെളിപ്പാട് കണ്ടെങ്കിൽ, ഇന്ന് വെളിപ്പാട് കണ്ടെങ്കിൽ അതിന് അടുത്ത നിമിഷം നീ പ്രവചിക്കണം. ഹല്ലേലൂയ. ഓ ജീസസ് ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ ആമേൻ. പഴയ കാലഘട്ടങ്ങളിലെ ആരാധനയിൽ കടന്നു വരുന്ന ദൈവജനം ഇങ്ങനെ ഒരുക്കമുള്ളവരായിരുന്നു. അവരുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ വീഴുന്ന വിത്ത് 30 60 100 മേനിയായി ഫലം കൊടുത്തുകൊണ്ടിരുന്നു. ആമേൻ ഹല്ലേലൂയ. കോരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഹല്ലേലൂയ പൗലോസ് എഴുതുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ സഭയിലോ ആദ്യ കാലഘട്ടങ്ങളിലെ സഭയിലോ എന്തൊക്കെ ഉണ്ടായിരുന്നു? ആമേൻ ഹല്ലേലൂയ. അന്യഭാഷയുടെ ആരാധനയുണ്ടായിരുന്നു. ആമേൻ ആരാധന കൂടാതെ ആമേൻ പ്രവചനം ഉണ്ടായിരുന്നു, വ്യാഖ്യാനം ഉണ്ടായിരുന്നു, വെളിപ്പാടുകൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്തിനാണ് ഇതൊക്കെ? ആദ്യ കാലഘട്ടങ്ങളിലെ സഭ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുമാ. ആമേൻ അന്നത്തെ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ദൈവത്തിന്റെ ഭക്തന്മാരെ കുറിച്ച് പറയുകയാണ്. സഭ ഒരുമിച്ച് കൂടുമ്പോൾ ആമേൻ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചില അനുഭവങ്ങളെ കുറിച്ച്. എന്താണ്? ആമേൻ ഹല്ലേലൂയ ആമേൻ ദൈവമായിട്ട് ബന്ധമില്ലാത്ത ഒരുത്തൻ അകത്തളങ്ങളിലേക്ക് വരുമ്പോൾ, ആമേൻ അകത്തളങ്ങളിലേക്ക് വരുമ്പോൾ ആമേൻ അവിടെ ആമേൻ ഇരിക്കുന്ന ആമേൻ സഭ എന്ത് ചെയ്യും? ആമേൻ ആത്മാവിൽ വെളിപ്പാടുകളെ കണ്ട്, ആത്മാവിൽ പ്രവചിച്ച്, ഹല്ലേലൂയ ആമേൻ കടന്നു വരുന്നവന്റെ ഹൃദയത്തിന്റെ ഹല്ലേലൂയ അവന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ, അവൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന അവസ്ഥകളെ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ജനമാകുന്ന സഭ അത് വെളിപ്പെടുത്തി കാണിക്കുമ്പോൾ അവൻ കമന്നു വീണ് പറയും, വാസ്തവമായി നിങ്ങളുടെ ഇടയിൽ എന്നെ ആരുണ്ട്? അവൻ പറയും, വാസ്തവമായി നിങ്ങളുടെ ഇടയിൽ ആരുണ്ട്? ദൈവമുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. അവൻ രക്ഷ പ്രാപിക്കാനിടയായി. ഹല്ലേലൂയ. അതാണ് നല്ല നിലത്ത് വീണ വിത്തിന്റെ ഗുണം. ഹല്ലേലൂയ.
അത് 30, 60, 100 മേനിയായി ഫലം കൊടുത്തു. രാത്രിക്കാലം നമുക്ക് ആഗ്രഹമുണ്ടോ? നമ്മൾ ആഗ്രഹിക്കുന്നു. ഇത്രയും നാളായിട്ട് പല കൂട്ടായ്മയിൽ നമ്മൾ പങ്കെടുക്കുന്നില്ല. പല മേഖലയിൽ നമ്മൾ പോയി ഉപവാസ പ്രാർത്ഥനയിലും എല്ലാ മീറ്റിങ്ങിലും നമ്മൾ പങ്കെടുക്കുന്നു. ഒരു 30, 60, 100 മേനിയായി വിളയുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നൊന്ന് പരിശോധിച്ചു നോക്ക്. ഹല്ലേലൂയ, ഒന്ന് പരിശോധിച്ചു നോക്ക്. അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഞാനും കൈയടിക്കാതെയും ഗ്ലോറി പറയാതെയും സ്തോത്രം പറയാതെയൊക്കെ ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു കാലഘട്ടം എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷേ ആ കാലഘട്ടങ്ങളിൽ ഹൃദയം ഒരുക്കപ്പെട്ടതല്ലായിരുന്നു. വീഴുന്നതിനെ സാത്താൻ എന്ത് ചെയ്തു? ചവിട്ടിക്കളഞ്ഞു, ഒതുക്കിക്കളഞ്ഞു, ഉണക്കിക്കളഞ്ഞു. നന്ദിയോട് സ്തോത്രം. നിലത്തെ ഒന്ന് ഒരുക്കി വൃത്തിയാക്കി. എനിക്ക് നല്ല നിലമായി മാറണം. വിത്ത് എന്റെ നിലത്ത് വീഴുന്ന വിത്ത് അതൊന്ന് പുഷ്ടിയുള്ളതായി വളർന്നു വരണം. അത് ഫലം കൊടുക്കത്തക്കവണ്ണം മാറണമെന്നുള്ള ഒരു വലിയ വാല്യ ഹൃദയത്തിനകത്തിറങ്ങി വന്നപ്പോൾ ദൈവത്തെ നന്നായി ആരാധിക്കണം. എനിക്ക് ഞാനത് പാടുമ്പോൾ മൈക്കും മറ്റുള്ളവരുടെ കൊടുത്തിട്ട് ഞാൻ കൈയടിച്ച് പാടുന്നത് എനിക്ക് അങ്ങനെ ആരാധിച്ചാലേ പറ്റും. സ്തോത്രം. കാരണം എന്തെന്ന് ചോദിച്ചാൽ ആ ഒരു ഒരുക്കത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ നമ്മൾ അറിയാതെ നമ്മൾ എന്ത് ചെയ്യും? വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതാ തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. ഒരു വർധനവ് നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾ മറ്റുള്ളതൊന്നും ചിന്തിക്കേണ്ട.